ഹലോ, ഗുഡ് ഈവനിങ് എവരി വൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ റഹ്മത്ത് അക്കാദമി കൗൺസിലറാണ്. വിൻബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന ഫ്രീ വെബിനാറിന്റെ പുതിയൊരു ചാപ്റ്ററിലോട്ട് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. വീണ്ടും നമ്മൾ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെയായി ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഹിപ്നോസിസ് ആൻഡ് ഹ്യൂമൻ കോൺഷ്യസ്നെസ് എന്നുള്ളതാണ്. നമുക്കറിയാം ഹിപ്നോതെറാപ്പിയിൽ ഹിപ്നോട്ടിസം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇന്നത്തെ കാലത്ത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഹിപ്നോ എന്ന വാക്ക് കേൾക്കുമ്പോൾ പലർക്കും ആദ്യം മനസ്സിൽ വരുന്നത് ഒരു മാജിക്കോ അല്ലെങ്കിൽ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന എന്തോ ഒരു പ്രത്യേക ശക്തിയായിരിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ ഹിപ്നോസിസ് എന്നത് മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു മെന്റൽ സ്റ്റേറ്റ് ആണ്. ഈ അവസ്ഥയിൽ ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിക്കുകയും മനസ്സ് കൂടുതൽ റിസീവിംഗ് സ്റ്റേറ്റിലാവുകയും ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ഒരു സെഷനിലൂടെ ഹിപ്നോസിസ് എന്താണ്, അതുപോലെ ഹ്യൂമൻ കോൺഷ്യസ് എങ്ങനെയാണ്, കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ്, അതുപോലെ ഹിപ്നോസിസിന്റെ തെറ്റിദ്ധാരണകളും യഥാർത്ഥങ്ങളും എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ഈ ഒരു ടോപ്പിക് നമുക്ക് വേണ്ടി പങ്കുവെക്കുന്നത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും ഹിപ്നോതെറാപ്പിസ്റ്റും മെന്റലിസ്റ്റുമായിട്ടുള്ള പ്രശാന്ത് സാറാണ്. സാർ വിൻബിൾ അക്കാദമിയിൽ തന്നെ ഹിപ്നോതെറാപ്പി മെന്റലിസം വർക്ക്ഷോപ്സ് ഓൺലൈനായും ഓഫ്ലൈനായും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സാറിന്റെ ബ്രേക്കപ്പ് ആൻഡ് ഇമോഷണൽ ട്രോമ റിക്കവറിയുടെ സെക്കൻഡ് ബാച്ച് നാളെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കൂടാതെ ഓരോ ആഴ്ചകളിലും വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളിൽ വെബിനാറുകളും സംഘടിപ്പിച്ചു വരുന്നു. സോ അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് സെഷനിലോട്ട് കിടക്കാം. ഒരിക്കൽ കൂടി ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയ എല്ലാവരെയും നമ്മുടെ വെബിനാറിലോട്ട് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ സെഷൻ മനോഹരമായി ലീഡ് ചെയ്യുന്നതിന് വേണ്ടി പ്രശാന്ത് സാറിനെ ഏറെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. സാർ പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. താങ്ക് യു റഹ്മത്ത് മാം, താങ്ക് യു. ഇനി കാണാൻ പറ്റുന്നുണ്ടോ? യെസ് സാർ, കാണാൻ പറ്റുന്നുണ്ട്. താങ്ക് യു ഓൾ. നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും ഈ സൗജന്യ വെബിനാറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വളരെ കാലിക പ്രസക്തമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മളിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതിനു മുമ്പ് ഞാൻ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഇതിനകത്തുള്ള പാർട്ടിസിപ്പൻസിനോട് ചോദിക്കുകയാണ്. നിങ്ങൾ ഹിപ്നോട്ടിസം എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? വേറെ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണ എന്താണ്? ആരെങ്കിലും പറയാവോ? മൈക്ക് ഓൺ ചെയ്ത് പറയാവോ? എന്താണ് ഹിപ്നോട്ടിസം എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്താണെന്ന് എന്നോടൊന്ന് പറയൂ. PSC പഠിക്കുന്ന സമയത്ത് നമ്മള് ഒരു ചെറിയൊരു ടോപ്പിക് നമുക്ക് ഉണ്ടായിരുന്നു ഹിപ്നോട്ടിക്സ്. അപ്പൊ നമ്മള് അപ്പൊ ഞങ്ങള് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ തന്നെ അവരെ ആക്കിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ അവരതിലേക്ക് വീഴാൻ പോകുന്നൊക്കെ കാണാം. ഒരു ചെറിയൊരു ഇൻസിഡന്റ് പറഞ്ഞിട്ട് നമ്മള് ആളെ പെട്ടെന്ന് തന്നെ ആ ഒരു ഇൻസിഡന്റ് ഉള്ളിലേക്ക് വന്ന ആള് വീഴാൻ പോകുന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോ അവന് വീണ് കണ്ടു. അങ്ങനെ ചെറിയൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ, അല്ലാതെ കൂടുതലായിട്ട് പഠിച്ചത് ഓർമ്മയില്ല. അന്ന് കുറച്ച് ഒരു ടോപ്പിക് ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും അതിനെ കുറിച്ചിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അപ്പൊ ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് നിങ്ങളെല്ലാം കേട്ട് പരിചയമുള്ള സുപരിചിതമുള്ള ഒരു എന്താ പറയാ വേർഡാണ്. അല്ലെങ്കിൽ നിങ്ങൾ കുറെ ആളുകൾ അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാവാം, സിനിമകളിൽ നിന്നും കേട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈ അടുത്ത് കുറെ ഇൻസ്റ്റഗ്രാം റീൽസിൽ നിങ്ങൾ കുറെ വൈറലായിട്ടുള്ള കുറെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ആളുകളെ എന്താ പറയാ പല രീതിയിൽ ഹിപ്നോട്ടിസം ചെയ്തിട്ട് അവരെ ഇഷ്ടപ്പെട്ട ഒരു ക്രഷിനെ അവരെ മുന്നിൽ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് പച്ചവെള്ളം കൊടുത്ത് അത് ഏതെങ്കിലും ഒരു ജ്യൂസ് ഐറ്റംസ് ആക്കി മാറ്റുക, മുളക് കൊടുത്തുകൊണ്ട് അവരൊരു ചോക്ലേറ്റ് ആക്കുക. അതുപോലെ തന്നെ ആളുകളെ ജസ്റ്റ് സ്നാപ്പ് ചെയ്തിട്ട് അവിടെ അങ്ങനെ അവർ തലകറങ്ങി വീഴുന്ന ഒരു അവസ്ഥ കാണുന്നു. അതിനുശേഷം അവർ കണ്ണുറക്കുമ്പോൾ അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അവരെ മുന്നിൽ കാണുന്നു. ഇപ്പൊ കാശ്മീർ കാണുന്നു, ഹിമാലയ താഴ്വരകൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇങ്ങനെയുള്ള പല റീൽസുകൾ നമുക്ക് ഈ റീസെന്റ് ടൈമുകളിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഹിപ്നോട്ടിസിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് എന്താ പറയാ ഒരു ചർച്ച വരുന്ന ഒരു കാലഘട്ടമാണ്. എന്താണ് ഹിപ്നോട്ടിസം എന്നുള്ളത് ആസ് എ സൈക്കോളജിസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ഹിപ്നോട്ടിസവും ഹിപ്നോതെറാപ്പിയും ഹിപ്നോസിസ് എന്നിങ്ങനെ വിവിധ പേരുകളിൽ നമുക്ക് ഹിപ്നോട്ടിസം ഉണ്ട്. അപ്പൊ ഹിപ്നോട്ടിസം അല്ലെങ്കിൽ ഹിപ്നോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ പ്രാചീന കാലഘട്ടം തൊട്ട് തന്നെ നമ്മളിവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് ഗ്രീക്ക് അതുപോലെ തന്നെ റോമൻ സംസ്കാരങ്ങളിലൊക്കെ ഇതെ പറ്റിയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ജസ്റ്റ് ഒന്ന്
പറഞ്ഞു പോകുന്നുണ്ട്. അതായത് പണ്ട് കാലഘട്ടത്തില് ഗ്രീക്ക് ടെമ്പിളുകളില് രോഗാരുതരത അനുഭവിക്കുന്ന ആളുകളെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, അവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കിടത്തും. കിടത്തിയിട്ട് അവർക്ക് ഒരു ട്രാൻസ് സ്റ്റേറ്റിലേക്ക് അവരെ കൊണ്ടുപോയിട്ട് അവരുടെ അസുഖങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റിയെടുക്കുന്നതായിട്ട് ചരിത്ര രേഖകളിൽ പറയുന്നുണ്ട്. അപ്പൊ ഒരു ആൻഷ്യന്റ് സിവിലൈസേഷനിൽ തൊട്ട് തന്നെ ഈ ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഹിപ്നോട്ടിസം എന്ന് പറയുന്ന ഒരു വേർഡ് ആദ്യമായിട്ട് യൂസ് ചെയ്തത് ഫ്രാൻസ് മെസ്മർ അല്ലെങ്കിൽ ഫ്രാൻസ് ആന്റൺ മെസ്മർ എന്ന് പറയുന്ന ഒരു ഫിസിഷ്യൻ ആയിരുന്നു. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്രാൻസില് ഈ ഇത്തരത്തിലുള്ള രോഗങ്ങൾ അനുഭവിക്കുന്നവരെ പ്രത്യേക രീതിയിൽ തങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു എനർജിയെ പ്രവഹിക്കുന്ന രീതിയിൽ കാണിച്ചുകൊണ്ട് അവരുടെ അസുഖത്തെയൊക്കെ മാറ്റാനായിട്ട് ഇദ്ദേഹം തുടങ്ങി. ഇതേ പറ്റിയിട്ട് ഫ്രാൻസിലെ രാജാവ് ഒരു അന്വേഷണം നടത്തുകയും ഇതിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയാനായിട്ട് ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു കമ്മിറ്റിയെ അവിടെ വിടുകയും ചെയ്തു. അവരതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ തിയറി എന്ന് പറയുന്നത് അനിമൽ മാഗ്നറ്റിസം ആണ്. അതായത് ഈ ഫിസിഷ്യൻ ഉണ്ടാക്കിയിട്ടല്ല, ഓസ്ട്രിയൻ ഫിസിഷ്യൻ ആയിട്ടുള്ള ഫ്രാൻസ് ആൻഡ് മെസ്മർ കൊണ്ടുവന്ന ഒരു സിദ്ധാന്തമാണ് അനിമൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. അതായത് അദ്ദേഹം ബിലീവ് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻവിസിബിൾ ആയിട്ടുള്ള ഫോഴ്സ് നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട് ത്രൂ ഓൾ ദ ലിവിങ് ബീങ്സിന്റെ ശരീരത്തിൽ ഇങ്ങനെ അത് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുക. അത് എന്ത് ചെയ്യുന്നുണ്ട്, അവരെ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഈ ഫ്ലോയിൽ, അതായത് ഇൻവിസിബിൾ ആയിട്ടുള്ള ഈ ഫോഴ്സിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് കൊണ്ടാണ് ഒരാൾക്ക് രോഗം ഉണ്ടാകുന്നത് എന്നുള്ളത് ആര് കണ്ടുപിടിച്ചു? മെസ്മർ കണ്ടുപിടിച്ചു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, ഈ ഫ്ലോ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം അനിമൽ മാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു തിയറി ടച്ച് ചെയ്തുകൊണ്ട്, ഹാൻഡ് വേവ് ചെയ്തുകൊണ്ടൊക്കെ, അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിൽ ഒരു മരത്തിലേക്ക് ഒരു എനർജിയെ പ്രവഹിച്ച് ആ മരത്തിനെ പോയി കെട്ടിപ്പിടിക്കുക, നിങ്ങളുടെ അസുഖങ്ങൾ മാറും. അല്ലെങ്കിൽ പ്രത്യേക രീതിയിൽ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഒരു വെള്ളത്തിലേക്ക്, ഒരു ബാത്ത് ടബിൽ കുറച്ച് വെള്ളമൊക്കെ നിറച്ചിട്ട് ആ വെള്ളത്തിലേക്ക് അദ്ദേഹം തന്റെ കാന്തിക ശക്തിയെ വെള്ളത്തിലേക്ക് പ്രവഹിക്കുകയും അതിൽ കിടന്ന് കുളിച്ച് പുറത്തോട്ട് വരുമ്പോൾ തങ്ങളുടെ അസുഖങ്ങൾ മാറുന്നതായിട്ടും ആ രോഗികള് അനുഭവം വെളിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങള് ശ്രദ്ധിക്കുക, ട്രാൻസ് എന്ന് പറയുന്ന ഒരു മൂവിയില് ഇതേപറ്റി കുറെ കാര്യങ്ങൾ നമുക്ക് സംവിധായകൻ പറയാതെ പറയുന്നുണ്ട്. അതായത് ഇവരെല്ലാം ഒരു ട്രാൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയും അത് സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകുന്ന സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ മനോ ശാരീരിക ജന്യ രോഗങ്ങൾ എന്ന് പറയും. അതായത് മനസ്സിൽ നിന്ന് ഒരു രോഗം ഉത്ഭവിച്ച് അത് ശരീരത്തിനെയും കൂടെ ബാധിച്ചു കഴിയുമ്പോഴത്തേനും, നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ആളുകൾ എനിക്ക് ഇവിടെ വേദന, എനിക്ക് അവിടെ വേദന എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ആളുകൾ എവിടെ പോവും? ഡോക്ടറെ അടുത്തോട്ട് പോകും. ശരിക്കും പറഞ്ഞാൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ഡോക്ടർ ഷോപ്പിംഗ് എന്നല്ലേ. ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യും. പക്ഷെ അവർക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരില്ല. കാരണം അവർക്ക് ഇവിടെ വേദനയാണെങ്കിൽ നാളെ വേറൊരു തലത്തിലായിരിക്കും വേദന ഉണ്ടാവുക. പക്ഷെ ഇതിനെ എത്ര ചികിത്സിച്ചാലും വേദന മാറുകയും ഇല്ല. അവരിങ്ങനെ ചികിത്സിക്കും, പക്ഷെ വേദനയ്ക്ക് വലിയ കുറവൊന്നും സംഭവിക്കില്ല. അപ്പൊ ഇത്തരത്തിൽ വരുന്ന രോഗങ്ങളെ പറയുന്ന പേരാണ് എന്ത്? സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയും. അപ്പൊ ഇതിനൊക്കെ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യും, മെസ്മർ പോലെ പറയുന്ന പോലെയുള്ള ഈ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമാക്കിയിട്ടുള്ള ചികിത്സയിൽ കുറയും. അതായത് എന്തുകൊണ്ടാ അസുഖം ഉണ്ടാകുന്നത്? മനസ്സിൽ നിന്നാണ്. ഒരു 19ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും ഒരു സയന്റിഫിക് കമ്മിറ്റി രൂപീകരിക്കുകയാണ് ചെയ്യുന്നത്. ആ സയന്റിഫിക് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹിപ്നോട്ടിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അനിമൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു സിദ്ധാന്തമാണെന്നും അങ്ങനെ ഒന്നുമില്ല എന്നും ഒരു വഴിത്തിരിവിലേക്ക് എത്തുകയാണ് ചെയ്തത്. 19ാം നൂറ്റാണ്ടിന്റെ കാലഘട്ടത്തിൽ ജെയിംസ് ബ്രെയ്ഡ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് എന്ത് ചെയ്തു, അദ്ദേഹം മെസ്മറിന്റെ തിയറി കംപ്ലീറ്റ്ലി മിസ്റ്റേക്സ് ഉള്ള തിയറി ആണെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു, 1843 ഈ ഒരു പ്രതിഭാസത്തെ, അതായത് അനിമൽ മാഗ്നറ്റിസം അതുമായി ബന്ധപ്പെട്ട ചികിത്സയുമായിട്ടുള്ള പ്രതിഭാസത്തെ അദ്ദേഹം എന്ത് വിളിച്ചു? ഹിപ്നോസിസ് എന്ന് വിളിച്ചു. ഹിപ്നോസിസ്. സോ നമുക്ക് എന്ത് വിളിക്കാം? ജെയിംസ് ബ്രെയ്ഡിനെ നമുക്ക് എന്ത് വിളിക്കാം? ഫാദർ ഓഫ് മോഡേൺ ഹിപ്നോട്ടിസം അല്ലെങ്കിൽ എന്ന് വിളിക്കാം. അതായത് ശരിയായ രീതിയിൽ നമ്മുടെ ഫാദർ എന്ന് പറയുന്നത് ആരാണ്? അതായത് അന്ധവിശ്വാസങ്ങളും അല്ലെങ്കിൽ ഇതേ പറ്റിയിട്ടുള്ള ഒരു തുടക്കമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളെന്ന് പറയുന്നത് മെസ്മർ ആണെങ്കിലും അതിനകത്തെ ഒരു ശാസ്ത്രീയ അടിത്തറ കൊണ്ടുവന്നിട്ട് അതിനെ ഒരു പുതിയ ഒരു ഫോമിലേക്ക് കൊണ്ടുവന്ന ആളായിരുന്നു ജെയിംസ് ബ്രെയ്ഡ് എന്ന് പറയുന്നത്. ജെയിംസ് ബ്രെയ്ഡിന്റെ കാലത്തിന് ശേഷം ഹിപ്നോതെറാപ്പിയിൽ വീണ്ടും കുറെ പഠനങ്ങൾ, അതായത്
ഹോപ്ലിറ്റ് ബെർണിയം, അതുപോലെ ജീൻ മാർട്ടിൻ ചാർക്കോട്ട്, ഇങ്ങനെ കുറെ ആളുകളൊക്കെ ഇതിനകത്തോട്ട് വരികയാണ് ചെയ്യുന്നത്. അവരൊക്കെ പുതിയ പുതിയ പഠനങ്ങൾ ഹിപ്നോതെറാപ്പിയിൽ പഠിച്ചു. അവസാനം സൈക്കോ അനലിറ്റിക് ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള സിഗ്മണ്ട് ഫ്രോയിഡ് അദ്ദേഹം ഹിപ്നോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയെ അൺകോൺഷ്യസ് മെമ്മറീസിനെ ആക്സസ് ചെയ്യാനായിട്ടുള്ള ഒരു വേദിയാക്കി അദ്ദേഹം മാറ്റി. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല്, അദ്ദേഹം സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന തന്റെ സിദ്ധാന്തത്തില്, തന്റെ തിയറിയില് അദ്ദേഹം എന്ത് ചെയ്തു, ഹിപ്നോട്ടിക് മെത്തേഡുകൾ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു പദ്ധതി രൂപീകരിക്കുകയും ചെയ്തു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, ഹിപ്നോസിസ് അല്ലെങ്കിൽ ഹിപ്നോട്ടിസം എന്ന് പറയുന്ന വേർഡിനെ മാറ്റിയിട്ട് അദ്ദേഹം സൈക്കോ അനാലിറ്റിക് മെത്തേഡ്സിൽ ഡ്രീം അനാലിസിസ് പോലുള്ള ഒരു പുതിയ ഒരു മെത്തേഡൊക്കെ അദ്ദേഹം കൊണ്ടുവരികയാണ് ചെയ്തത്. 20-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും മിൽട്ടൺ എച്ച് എറിക്സൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഹിപ്നോട്ടിസത്തിന് പുതിയ വേർഷൻസ് കൊടുക്കുകയും അദ്ദേഹം ഹിപ്നോസിസിന് പുതിയ തലങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. എറിക്സന്റെ കാലഘട്ടത്തിൽ മോഡേൺ ഹിപ്നോതെറാപ്പിക്ക് കൂടുതൽ പ്രാചാരം നേടുകയും ഹിപ്നോതെറാപ്പി ഇന്ന് കാണുന്ന ഒരു വേർഷനിലേക്ക് എത്തുകയും ചെയ്തു. സോ ഇതാണ് ഇതിന്റെ ഒരു നാഴികക്കല്ലായിട്ട് നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ചരിത്ര രേഖകൾ പരിശോധിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെച്ച് നമ്മൾ മുന്നോട്ട് പോകുക. ഇനി എന്താണ് ഹിപ്നോസിസ്, ഹിപ്നോട്ടിസം, ഹിപ്നോതെറാപ്പി എന്നുള്ളതൊക്കെ? ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഹിപ്നോസിസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് സൈക്കോളജിസ്റ്റുകള്, കൗൺസിലേഴ്സ്, അതുപോലെ തന്നെ ഫിസിഷ്യൻസ്, ഹിപ്നോതെറാപ്പിസ്റ്റുകളൊക്കെ തന്നെ ഹിപ്നോട്ടിസം നല്ല വൈഡ്ലി യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് അവർ യൂസ് ചെയ്യുന്നത്? നമുക്കുണ്ടാകുന്ന സ്ട്രെസ്സിനെ മാനേജ്മെന്റ് ചെയ്യാൻ ഹിപ്നോതെറാപ്പിക്ക് വലിയൊരു അളവ് പങ്കുവഹിക്കുന്നുണ്ട്. ഈവൻ ദോ ശരീരത്തിലുണ്ടാകുന്ന സ്റ്റൊമക് പെയിൻ, അതുപോലെ തന്നെ മൈഗ്രെയിൻ, സൈക്കോസമാറ്റിക് ആയിട്ടുള്ള ഭാഗമായിട്ട് വരുന്ന വിവിധ തരത്തിലുള്ള വേദനകള്, ഒബേസിറ്റി, ഇതിനൊക്കെ തന്നെ നമുക്ക് ഹിപ്നോട്ടിസം നല്ല രീതിയിൽ യൂസ് ചെയ്യാം. പഠനങ്ങൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മൈൻഡ് ഒരു നിശ്ചിത രീതിയിൽ, അതായത് ഒരു പ്രൊട്ടക്റ്റീവ് ഫോഴ്സ് ആയിട്ട് നമ്മുടെ ശരീരത്തില് കൊഴുപ്പിനെ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. സോ നമ്മൾ അതിനൊക്കെ ഒന്ന് റിലീസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലും മനസ്സിലൊക്കെ ഉണ്ടാകുന്ന വിവിധങ്ങളായിട്ടുള്ള വേദനകൾ, ഇമോഷണൽ ഡിസ്റ്റർബൻസസ് അല്ലെങ്കിൽ ഇമോഷണൽ ബ്ലോക്കുകൾ, ഇതിനൊക്കെ നമുക്ക് ഹിപ്നോതെറാപ്പിയിലൂടെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഹാബിറ്റ്സുകൾ, ഡിഫറെന്റ് ടൈപ്സ് ഉള്ള ഹാബിറ്റ്സുകൾ, അതായത് ബാഡ് ഹാബിറ്റ്സ് ആയിട്ടുള്ള ഇപ്പൊ നമ്മൾ പറയില്ലേ, മദ്യപാനം, സിഗരറ്റ്, പുകവലി, അങ്ങനെയുള്ള കുറെ ബാഡ് ഹാബിറ്റ്സുകളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. മറ്റൊരു ഗുണം എന്ന് പറയുന്നത് പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്യുകയാണ്. അതായത് നമുക്കറിയാം, നമുക്ക് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് അവരുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് അവിടെ പഠിക്കുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് അത് പലപ്പോഴും സാധിക്കുന്നില്ല. കുട്ടികളുടെ പഠന നിലവാരം നല്ല രീതിയിൽ ഉയർത്തുന്നതിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹിപ്നോതെറാപ്പി അവർക്ക് കൊടുക്കുന്നതിലൂടെ സാധിക്കും. അവരുടെ കോൺഫിഡൻസ് നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാനും, ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഒരു സ്റ്റേജിൽ പ്രസന്റ് ചെയ്യാനും, സ്റ്റേജ് ഫിയർ മാറ്റാനും, അതുപോലെ തന്നെ സോഷ്യൽ ആങ്സൈറ്റി, കുട്ടികളിലേക്ക് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് സാമൂഹികപരമായിട്ടുള്ള ഉത്കണ്ഠ. അതായത് 4 ആള് കൂടുന്നിടത്ത് മാറി രക്ഷപ്പെടുക, ആളുകളുടെ മുന്നിൽ സംസാരിക്കാനുള്ള ഒരു ഭയം, അല്ലെങ്കിൽ ഒരു നാണക്കേട്, തുടങ്ങിയായിട്ടുള്ള കുറെ വേരിയസ് ടൈപ്സ് ഓഫ് ആങ്സൈറ്റീസിനെ റിഡക്ഷൻ ചെയ്യാനായിട്ട് ഹിപ്നോതെറാപ്പിക്ക് സാധിക്കുമെന്നുള്ളതാണ്. മറ്റൊന്ന്, അപ്പം ഇത്തരത്തില് നമുക്ക് ഹിപ്നോതെറാപ്പിനെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മേഖലകളിൽ നല്ല രീതിയിൽ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസുകൾ നന്നായി ചെയ്യാനും നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനൊക്കെ ഹിപ്നോതെറാപ്പി കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതാണ് ഹിപ്നോതെറാപ്പിക്ക് നമുക്ക് കൊണ്ടുള്ള പ്രധാനപ്പെട്ട യൂസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചോദിച്ചോളൂ, എന്താ ചോദിച്ചോ. മെന്റലിസം ഇത് തമ്മിൽ ഒന്നല്ലല്ലോ, വ്യത്യാസം മെന്റലിസം ഹിപ്നോസിസ് തമ്മിൽ. എങ്ങനെ മെന്റലിസം ഹിപ്നോസിസ് തമ്മിൽ ഡിഫറെന്റ് അല്ലേ? മെന്റലിസം ഹിപ്നോട്ടിസം ഭയങ്കരമായിട്ട് ഡിഫറെന്റ് ഉണ്ട്. അതായത് ഒരു വൃക്ഷത്തിന്റെ ഒരു ശാഖകൾ എടുത്ത് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അതിന് 2 ശാഖകളിൽ പെടുത്താവുന്നതാണ് ഹിപ്നോട്ടിസവും അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പിയും സൈക്കോളജിയും. മെന്റലിസം എന്ന് പറയുന്നത് ഇതുമായി യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത മറ്റൊരു വൃക്ഷമാണ്. അതായത് ആസ് എ മെന്റലിസ്റ്റ് എനിക്ക് പറയാനുള്ളത്, മോഡേൺ ടെക്നിക്സുകൾ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു മാജിക്കൽ പെർഫോമൻസിനെയാണ് നമുക്ക് വിളിക്കുന്നത് മെന്റലിസം എന്ന് വിളിക്കുന്നത്. അതിനകത്ത് അഡ്വാൻസ്ഡ് ലെവലിലുള്ള മാജിക്കൽ പെർഫോമൻസിലൂടെ ഒരാൾക്ക് നിശ്ചിത രീതിയിലൂടെ സജഷൻസ് കൊടുക്കുകയും ത്രൂ ദ ഒബ്സർവേഷൻസിൽ അവർ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കാം, അവരെന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു പ്രക്രിയയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെന്റലിസം.
നമുക്ക് മെന്റലിസത്തിന്റെ ക്ലാസ്സുകൾ ഇംബിൾ അക്കാഡമിയിൽ ഉണ്ട്. നിങ്ങൾ അക്കാഡമിക് കൗൺസിലറായിട്ട് ബന്ധപ്പെട്ട് നമുക്കത് പഠിക്കാൻ പറ്റും. അപ്പൊ മെന്റലിസം പഠിക്കുമ്പോൾ ഗുണങ്ങൾ എന്താ? നമുക്ക് ആളുകളെ മൈൻഡ് റീഡ് ചെയ്യാം എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക. ചെയ്യാൻ പറ്റില്ല, ധാരണ ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ തന്നെ കോൺഫിഡൻസ് വർദ്ധിക്കും. അതായത് ആളുകൾ എന്ത് തീരുമാനിക്കണം, എന്ത് നിശ്ചയിക്കണം എന്ന് നമുക്ക് ഇവിടെ നിന്ന് തീരുമാനിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ആളുകളോട് 2 ഡിജിറ്റ്സ് 2 നമ്പർ ചോദിക്കാന്ന് വിചാരിച്ചു. ആ നമ്പർ എന്തായിരിക്കണം എന്നുള്ളത് നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഫോഴ്സിങ് എന്ന് പറയും. ഫോഴ്സ് ചെയ്യുക. അതായത് നമ്മൾ തീരുമാനിക്കുന്ന ഒരു ആൻസറിലേക്ക് അവരെ കൊണ്ടുവരുന്ന മെത്തേഡാണ് ഫോഴ്സിങ് എന്ന് പറയുന്നത്. അതിനകത്ത് സജസ്റ്റബിലിറ്റി പോലുള്ള മെത്തേഡ്സുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മെന്റലിസ്റ്റിന്റെ ക്ലാസ് അല്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞെന്ന് മാത്രം. സോ നമ്മൾ ബാക്ക് ടു ഹിപ്നോസിസ്, ഹിപ്നോതെറാപ്പിയിലേക്ക് തിരിച്ചു വരാം. അപ്പോ ചോദിച്ച ആൾക്ക് സംശയം തീർന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ അല്ലേ? മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ? ഉണ്ടോ? ക്ലിയർ ആണ്. അതെ, ഇപ്പൊ നമ്മൾ ഓൾറെഡി ഇപ്പൊ മെന്റലിസം ഈ ഹിപ്നോസിസ് ഒരുപാട് വരുന്നുണ്ട്. ഇപ്പൊ രണ്ട് സൈക്കോളജി രീതിയിലാണെങ്കിൽ പോലും നമുക്ക് ഒന്നും കൂടി സൈക്കോളജി റിലേറ്റഡ് ആയി പറയാൻ പറ്റുന്ന ഹിപ്നോസിസ് ആയിരിക്കുമല്ലോ കൂടുതലായിട്ട്. അതെ. ആ, അത്രോ. ഓക്കെ. അതിനകത്ത് ഫ്രീ ഫോം മെന്റലിസം അഥവാ ഇംപ്രോംപ്റ്റ് മെന്റലിസം എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. അത് നമുക്ക് സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ആളുകള് ഐലിഡ്സ് ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ നോക്കുന്നത്, താഴേക്ക് നോക്കുമ്പോൾ അപ്പൊ നമ്മളെ തന്നെ ഡിസ്ക്രൈബ് ചെയ്ത് പറയണമെങ്കിൽ അവർ താഴെ നോക്കിയിട്ടായിരിക്കും സംസാരിക്കുക. അതായത് സെൽഫ് ഡിസ്ക്രിപ്ഷൻ. അതായത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നടന്ന് ഞാൻ ഇന്നാൾ എന്താ ഇങ്ങനെ ലെഫ്റ്റിലോട്ട് നോക്കുന്ന എന്താണ്, റൈറ്റിലോട്ട് നോക്കുന്ന എന്താണ്, അല്ലെങ്കിൽ റൈറ്റ് ടോപ്പിലോട്ട് എങ്ങനെയാണ്, അങ്ങനെ ഓരോ ആംഗിൾ അവർ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നോക്കി അനുസരിച്ചുകൊണ്ട് തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പ്രഡിക്ഷൻ ആണ് 100%. അതാണ് ഈ പറയുന്ന ഫ്രീ ഫോം മെന്റലിസം അല്ലെങ്കിൽ ഇംപ്രോംപ്റ്റ് മെന്റലിസം എന്ന് പറയുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് ടൂൾസുകളൊന്നുമില്ല. ബാക്കിയുള്ള മെന്റലിസ്റ്റിന് അവർക്ക് നമ്മൾ ടൂൾസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഗിമിക്സുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് ആ പെർഫോമൻസ് നടക്കുക. ഓക്കെ, സോ വാട്ട് ഈസ് ഹിപ്നോട്ടിസം, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഹിപ്നോട്ടിസം, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹിപ്നോതെറാപ്പി ആൻഡ് ഹിപ്നോട്ടിസം എന്നുള്ള മേഖലയെ പറ്റിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പോകാം. ഓക്കെ, ഹിപ്നോട്ടിസം ഈസ് ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് inducing a state of focused attention and heightened suggestibility is known as in the hypnosis എന്ന് വിളിക്കും. അതാണ് ഹിപ്നോസിസിന്റെ ഡെഫിനിഷൻ. അതായത് ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ആൻ ആർട്ട് ആൻഡ് സയൻസ്. ഇതൊരു ശാസ്ത്രമാണ്, കലയുമാണ്, രണ്ടും കൂടിയിട്ടുള്ളതാണ്. ഈ ശാസ്ത്രത്തിനെ കലാരീതിയിൽ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് അതിനെന്ത് വിളിക്കാം? സ്റ്റേജ് ഹിപ്നോസിസം അഥവാ സ്ട്രീറ്റ് ഹിപ്നോട്ടിസം. അതായത് ഇപ്പൊ നമ്മൾ ബീച്ചിലൊക്കെ ചെയ്യുന്ന ഹിപ്നോട്ടിസം, സ്റ്റേജിൽ ചെയ്യുന്ന ഹിപ്നോട്ടിസം, അതൊക്കെ നമുക്ക് ആർട്ട് ഫോം ആണ്. അതിന്റെ സയന്റിഫിക് ഫോമാണ് ഹിപ്നോതെറാപ്പി. അതായത് നമുക്ക് ഒരു വ്യക്തിയുടെ മാനസിക നിലയെ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ അയാൾക്ക് ഉണ്ടായിട്ടുള്ള മാനസിക അസ്വസ്ഥങ്ങൾ കുറയ്ക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ചെയ്യുന്ന തെറാപ്പി ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ ഹിപ്നോതെറാപ്പി എന്ന് വിളിക്കാം. അവിടെ എന്താ വരുന്നത്? ഫോക്കസ്ഡ് അറ്റൻഷൻ, നല്ല രീതിയിലുള്ള ശ്രദ്ധ ആ സ്റ്റേജിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നു. ആൻഡ് ഹൈറ്റൻഡ് സജസ്റ്റബിലിറ്റി, അതായത് അവർക്ക് നമ്മൾ കൊടുക്കുന്ന ആ സജഷനെ സ്വീകരിക്കാനുള്ള കഴിവിനെ പറയുന്ന പേരാണ് സജസ്റ്റബിലിറ്റി. അപ്പൊ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സജസ്റ്റബിലിറ്റി ആണ് ഒരു ഹിപ്നോതെറാപ്പിക്ക് ഒരാൾക്ക് കൊടുക്കുക. ഞാൻ സ്റ്റേജസ് ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്ത് തരാം. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഹിപ്നോതെറാപ്പി ചെയ്യേണ്ടത് എന്നുള്ളത്. സ്റ്റേജസ് ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഹിപ്നോട്ടിസം ചെയ്യുന്ന അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പി ചെയ്യുന്ന ഒരു ഹിപ്നോതെറാപ്പിസ്റ്റ് ഉണ്ടായിരിക്കും, നമ്മുടെ മുന്നിൽ ക്ലയന്റ് ഉണ്ടായിരിക്കും. അതിനനുസരിച്ചുള്ള ഒരു സാഹചര്യം നമ്മളോട് ഒരുക്കി കൊടുക്കുക. ആ സാഹചര്യത്തിൽ നമ്മൾ അത് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഹിപ്നോട്ടിസ്റ്റ് എന്ന് പറയുന്ന ആരാണ്? എ പേഴ്സൺ ഹു പ്രാക്ടീസസ് ഹിപ്നോട്ടിസം ഈസ് കോൾഡ് ഹിപ്നോതെറാപ്പിസ്റ്റ്. ആരാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് അവരാണ് ഹിപ്നോട്ടിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രാക്ടീസ് ചെയ്യുന്ന ആളോ, അതൊരു ക്ലിനിക്കൽ സെറ്റപ്പിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയാളെ ഹിപ്നോതെറാപ്പിസ്റ്റ് എന്ന് വിളിക്കും. ഓക്കെ, അതാണ് അതിന്റെ ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എന്താണ് ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോക്കസ്ഡ് അറ്റൻഷൻ ആണ്, അതുപോലെ തന്നെ ഹൈറ്റൻഡ് സജസ്റ്റബിലിറ്റി ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇനി എന്താണ് ഹിപ്നോസിസ്? ഞാനിപ്പോ ഹിപ്നോട്ടിസം എന്താണെന്ന് പറഞ്ഞു, ഹിപ്നോട്ടിസ്റ്റ് എന്താണെന്ന് പറഞ്ഞു. ബേസിക്കലി എനിക്ക് തോന്നുന്നത് ഹിപ്നോട്ടിസം പഠിച്ച പലർക്കും ഇവ തമ്മിലുള്ള ഡിഫറൻസ് പോലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാനത് ക്ലിയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്റെ ഓഡിയോ ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഓക്കെ ആണോ? ക്ലിയർ ആണ് സർ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്?
യെസ്, മനസ്സിലാവുന്നുണ്ട്. യെസ്, ക്ലാസ് അവസാനം വരെ നിങ്ങൾ നിൽക്കുക. നിങ്ങൾക്ക് ഉണ്ടാവുന്ന സംശയങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം ലാസ്റ്റ് 10 മിനിറ്റ്സ് നമ്മൾ അതിനായിട്ട് തരുന്നുണ്ട്. ആ സമയത്ത് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നിങ്ങൾ സൂക്ഷിച്ച് ഒരു കടലാസിനകത്ത് എഴുതി വെക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ അത് ചോദിച്ച് ക്ലിയർ ചെയ്തതിനു ശേഷം ക്ലാസ് അവസാനിപ്പിക്കുള്ളൂ. അതുവരെ ആരും ഇതിൽ നിന്ന് ലെഫ്റ്റ് ചെയ്യരുത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയേണ്ട ഒരു ഡൗട്ട് ആയിരിക്കും ചിലപ്പോൾ മറ്റൊരു പാർട്ടിസിപ്പൻസ് ചോദിക്കുന്നുണ്ടാവും. ഓക്കെ, ഓക്കെ, എന്താണ് ഹിപ്നോസിസ് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതായത് ഹിപ്നോസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നേച്ചുറൽ ആൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ക്യാരക്ടറൈസ്ഡ് ബൈ എന്തൊക്കെ ഡീപ്പ് റിലാക്സേഷൻ, ഫോക്കസ്ഡ് അറ്റൻഷൻ, ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ, എൻഹാൻസ്ഡ് ഇമാജിനേഷൻസ് ആൻഡ് ഗ്രേറ്റർ റെസ്പോൺസീവ്നെസ് ടു സജഷൻസ് എന്നാണ് പറയുന്നത്. അതായത് ഹിപ്നോസിസ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു നേച്ചർ ആയിട്ടുള്ള ഒരു അൾട്ടേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ആണ്. അതായത് എങ്ങനെയാണ് ഈ അൾട്ടേർഡ് ആയിട്ടുള്ള നേച്ചുറൽ ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് നമ്മൾ അവരെ എത്തിക്കുന്നത്? ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ, അതായത് ആ പ്രോസസ്സിനെ നമ്മൾ ഹിപ്നോട്ടിസം എന്ന് വിളിക്കുകയാണെങ്കിൽ ആ ഹിപ്നോട്ടിസത്തിന് വിധേയമായ ക്ലയന്റിന്റെ മെന്റൽ സ്റ്റേറ്റ് ഓർ മനോനിലയെ വിളിക്കുന്ന, ആ അവസ്ഥയെ വിളിക്കുന്നതാണ് ഹിപ്നോസിസ് എന്ന് വിളിക്കുന്നത്. പലരും ഹിപ്നോസിസ് പഠിക്കാൻ പോവാന്ന് പറയാറുണ്ട്. തെറ്റാണ്. അത് തെറ്റായ പ്രയോഗമാണ്. ഞാൻ ഹിപ്നോസിസ് പഠിപ്പിക്കുന്നു എന്ന് പറയുന്നതും തെറ്റാണ്. ഹിപ്നോസിസ് എന്ന് പറയുന്നത് അവസ്ഥയാണ്. ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് പ്രവൃത്തിയാണ്. ഓക്കെ, അതൊരു ചികിത്സാ പദ്ധതി ആകുമ്പോൾ അതിന് ഹിപ്നോതെറാപ്പി എന്ന് പറയും. മനസ്സിലായോ? മൂന്ന് നമ്മുടെ ഡിഫറൻസ് മനസ്സിലായോ? കൺഫ്യൂഷൻ ഉണ്ടോ? ഒന്നുകൂടെ പറയും. ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ക്ലയന്റിനെ ഹിപ്നോസിസിന് വിധേയമാക്കുന്ന പ്രവൃത്തി. ക്ലിയർ ആയോ? പ്രവൃത്തി. അതൊരു തെറാപ്പി സെഷൻ, അതായത് ഒരു ക്ലിനിക്കൽ സെറ്റപ്പിൽ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രവൃത്തിയെ വിളിക്കുന്ന പേരെന്താണ്? ക്ലിനിക്കൽ സെറ്റപ്പിൽ ചെയ്യുമ്പോൾ നമ്മൾ അതിനെന്താ വിളിക്കുക? ഹിപ്നോതെറാപ്പി. ഹിപ്നോതെറാപ്പി. ഓക്കെ, അതിന് വിധേയമാകുന്ന ക്ലയന്റിന്റെ മാനസിക അവസ്ഥ, അതിന് നമ്മൾ ഒരു പ്രത്യേക അവസ്ഥയിൽ കൊണ്ടുപോയിട്ടാണോ ചെയ്യുക? ആ അവസ്ഥയെ വിളിക്കുന്ന പേരെന്താണ്? ഹിപ്നോസിസ്. കണ്ടോ, എല്ലാം നിങ്ങളെ കൊണ്ടാണ് ഞാൻ പറയിപ്പിച്ചത്. ഇതാണ് സൈക്കോളജിസ്റ്റിന്റെ പണി. അതായത് സാർ എനിക്കൊന്നും അറിയില്ല, എങ്ങനെ ജീവിക്കണം എന്നറിയില്ല, എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയില്ല, ആണോ? അപ്പൊ ഇതിനെന്താ പറയുക? ഇങ്ങനെ. ഇതിനെന്താ നമ്മൾ അവരെ കൊണ്ട് പറയിപ്പിക്കുക. ഇതാണല്ലോ കാൾ റോജർ നമ്മളെ പഠിപ്പിച്ചത്, അല്ലെ? കാൾ റോജർ തന്റെ ക്ലയന്റ് സെന്റേർഡ് തെറാപ്പിയിൽ എന്താ പറഞ്ഞത്? ക്ലയന്റിന് തന്നെ അറിയാം ക്ലയന്റിന്റെ പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരങ്ങളും ക്ലയന്റിന് അറിയാം. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ആക്റ്റീവ് ലിസണിങ്, പിന്നെ എന്താ പറയുന്നത്, പിന്നെ അൺകൺട്രോൾഡ് പോസിറ്റീവ് റിഗാർഡ്സ്, പിന്നെന്താ കോൺഫിഡൻസ്, അല്ലെ? ഈ 3 ക്വാളിറ്റീസ് ആണ് നമുക്കൊരു കൗൺസിലറിന് വേണ്ടത്. അപ്പൊ കൗൺസിലർ അത് കേട്ടോണ്ടിരിക്കുക. അപ്പൊ അത് തന്നെയാട്ടോ ഞാനിവിടെ ചെയ്തത്. നിങ്ങൾക്ക് എല്ലാ പൊട്ടൻസീസ് ഉണ്ട്. അതായത് ഇവിടെ ഈ എന്റെ മുന്നിൽ വന്നിരിക്കുന്ന ആളുകൾ എന്നെക്കാളും കുറച്ചും കൂടെ നല്ല കാര്യങ്ങളെ ഗ്രഹിക്കാനും ഒക്കെ കപ്പാസിറ്റി ഉള്ള ആളുകളാണ്. അവരറിയാതെ അല്ല ഇവിടെ വന്നിരിക്കുന്നത്. എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടാനുണ്ടോ എന്ന് ആലോചിച്ചിട്ടായിരിക്കും മിക്കവാറും ഇവിടെ വന്നിട്ടുണ്ടാകുക. പക്ഷെ നമ്മൾ അവരെ ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല. എല്ലാവരും ജീനിയസുകളാണ്, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണെന്ന്. അതിനകത്ത് ഒരു ക്ലാരിറ്റി, അതാണ് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ വാട്ട് ഈസ് ഹിപ്നോസിസ്? ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഡീപ്പ് റിലാക്സേഷൻ ഉണ്ട്. അതായത് റിലാക്സേഷൻ എന്ന് പറയുന്നത് പല വേവ് ലെങ്തിലാണ് നമ്മുടെ ബ്രെയിന് സംഭവിക്കുക. അപ്പൊ നമ്മുടെ ബ്രെയിന് എന്തുണ്ട്? വേവ് ലെങ്തുകളുണ്ട്. വേവ് ലെങ്തുകൾ ഏതൊക്കെയാണ്? ആൽഫ, ബീറ്റ, ഗാമ, തീറ്റ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറെ ബ്രെയിൻ ലെങ്ത് ഉണ്ട്. ഇതിൽ ഓരോ ബ്രെയിനിന്റെ വേവ് ലെങ്തിലും നമ്മുടെ ബ്രെയിനിൽ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോസസ്സുകളാണ് നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ആൽഫ എന്ന് പറയുന്ന ബ്രെയിൻ വേവിന്റെ ഹെഡ്സ് എന്ന് പറയുന്നത് 8 to 12 ഹെഡ്സ് ആണ്. ഈ ഹെഡ്സിൽ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് റിലാക്സ്ഡ് അവയർനെസ് സഹായിക്കും. അതായത് നമ്മളെല്ലാവരും യോഗ ചെയ്യുന്ന സമയത്ത് നമ്മൾ ധ്യാനിക്കാറുണ്ട്, അല്ലെ? ഇപ്പൊ യോഗയുടെ 8 സ്റ്റേജസ് ഏതൊക്കെയാ? 8 സ്റ്റേജസ് എന്ന് പറയും. അഥവാ അഷ്ടാംഗ ഓഫ് യോഗ എന്ന് പറയുന്നുണ്ട്. എന്താണത്? യമം, നിയമം, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ധാരണ, ധ്യാനം, പ്രത്യാഹാരം, അങ്ങനെ സമാധി, ഇങ്ങനെ പോകുന്ന, അത് ഞാൻ ഓർഡർ തെറ്റിയ പറഞ്ഞ, ഞാനത് ഓർക്കുന്നില്ല. എന്തായാലും ഈ 7 സ്റ്റേജസിലൂടെയാണ് നമ്മൾ ഒരാൾ യോഗ ചെയ്യേണ്ടത്. പക്ഷെ ഇന്നത്തെ കാണുന്ന ഒരു അഭ്യാസം എങ്ങനെയാണ്? അവരെല്ലാവരും ഈ സിംബോ ഡാൻസ് കളിക്കുന്നത് പോലെ, അല്ലെങ്കിൽ എന്തോ ഓടിപ്പോയിട്ട് യോഗ ചെയ്യാണ്. അതല്ല യോഗ. ഈ ഓരോ സ്റ്റേജിലൂടെയും കടന്നു പോകണം. അപ്പൊ ആ സ്റ്റേജിലൂടെ കടന്നുപോയി ധ്യാനത്തിലേക്ക് എത്തി. ഇപ്പൊ യോഗയുടെ നിയമങ്ങളുണ്ട്,
അതിനെ പറ്റിയുള്ള അതിൽ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. യമം നിയമം എന്നൊക്കെ പറയുന്നത് അതിന്റെ റൂൾസ് ആണ്. അതിലൂടെ എല്ലാം കടന്നു പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ധ്യാനത്തിലേക്ക് എത്തും. ഈ സ്റ്റേറ്റിൽ എന്ന് പറയുന്നത് മൈൻഡ് വളരെ റിലാക്സ്ഡ് ആയിരിക്കും. സയന്റിഫിക്കലി ധ്യാനത്തെ പറ്റിയിട്ട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. കാരണം ധ്യാനം ആൽഫ സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ലെങ്ത് വളരെ കാമായിട്ടിരിക്കുന്നു. ഈ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് വളരെ ബുദ്ധിയുള്ള ആളുകൾ അല്ലെങ്കിൽ എൻലൈറ്റൻമെന്റ് പ്രബുദ്ധത കൈവരിച്ച ആളുകളൊക്കെ വളരെ സമാധാനത്തിൽ ധ്യാനിച്ചിരിക്കുന്നവരായിരുന്നു. കാരണം നമ്മുടെ സംസാരം നമുക്ക് ആപത്താണ്. നമ്മൾ ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ എനർജി വേസ്റ്റ് ആണ്. മിണ്ടാതിരുന്ന് നമ്മൾ കാര്യങ്ങൾക്ക് ആവശ്യത്തിന് പ്രതികരിക്കുക, ആവശ്യത്തിന് ശബ്ദം പുറത്തേക്ക് പുറപ്പെടുപ്പിക്കുക. ഇപ്പൊ എന്റെ ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും ഞാൻ ക്ഷീണിതനാകാറുണ്ട്. 1 മണിക്കൂറിന്റെ ക്ലാസ് കഴിയുമ്പോഴേക്കും എനിക്ക് വയ്യാണ്ടാവും. ചെസ്റ്റിൽ ഒരു പെയിൻ വരുന്നത് പോലെ, അല്ലെങ്കിൽ വെള്ളം ദാഹിക്കുന്നത് പോലെ. എന്തുകൊണ്ടാണ്? എന്റെ എനർജിയാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഇടുന്നത്. എനർജി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എനർജി മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട എനർജി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഏറ്റവും കൂടുതൽ ബ്രെയിൻ കഷ്ടപ്പെടുന്ന എനർജിയുടെ പേരെന്താ? എന്താണ് ബ്രെയിൻ്റെ എനർജിയുടെ പേര്? നമ്മുടെ നമ്മുടെ ഏത് എനർജിയാണ്? എല്ലാരും പോയോ? ആരെങ്കിലും ഉണ്ടോ? എല്ലാരും മൈക്ക് ഓൺ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുകയാണ് അല്ലെ? ഓഡിയബിൾ ആണോ? അത് ഓഡിബിൾ ആണ്. യെസ്, ഓഡിയബിൾ ആണെന്ന് പറഞ്ഞാൽ മതി. കാരണം ഞാൻ ചിലപ്പോൾ മൈക്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അല്ലെങ്കിൽ നെറ്റിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യും. ഇവിടെ സൈക്കിക് എനർജി അല്ലെങ്കിൽ മെന്റൽ എനർജിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട എനർജി. അത് ഉണ്ടാക്കിയെടുക്കാൻ വലിയ പാടാണ്. അത് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻ വേണം. അതിലൂടെയാണ് നമ്മളത് സമ്പാദിക്കുന്നത്. പക്ഷെ അത് നിഷ്പ്രയാസം നമുക്ക് നശിപ്പിക്കാൻ പറ്റും. ഒരാൾ നമ്മളെ ഒന്ന് ഉപദ്രവിച്ച അല്ലെങ്കിൽ മാനസികമായിട്ട് തളർത്തി കഴിഞ്ഞാൽ ആ സാധനങ്ങൾ പോയി കിട്ടി. സോ അപ്പൊ നമുക്ക് 8 to 12 ഹെഡ്സിൽ റിലാക്സ്ഡ് അവയർനെസ്സും അതുപോലെ തന്നെ മെഡിറ്റേഷനും ലൈറ്റ് ഹിപ്നോസിസിനും വിധേയമാക്കുന്നത് നമ്മൾ ഈ ഒരു സ്റ്റേജിലാണ്. 8 to 12 ഹെഡ്സ്. ദെൻ നെക്സ്റ്റ് 12 കഴിഞ്ഞാൽ അടുത്ത ഏതായിരിക്കും നമ്പർ? 12 കഴിഞ്ഞാൽ അടുത്ത ഹെഡ്സ് എവിടെയാ സ്റ്റാർട്ട് ചെയ്യുക? അടുത്ത ഹെഡ്സ് 12 കഴിഞ്ഞ അടുത്ത നമ്പർ ഏതാ? നിങ്ങളെ ഞാൻ പഠിപ്പിക്കും. 12 കഴിഞ്ഞ അടുത്ത 13 13 അല്ലേ? അപ്പൊ അവിടെ നമ്മൾ ഹെഡ്സ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെ? 13 to 30. അത് ഓർക്കാൻ വളരെ എളുപ്പമാണ്. ബീറ്റയുടെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 13 മുതൽ 30 ഹെഡ്സ് വരെയാണ്. അതായത് നമ്മൾ നോർമൽ വാക്കിങ്, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ആക്റ്റീവ് ആയിട്ടുള്ള കോൺഷ്യസ്നെസ്സിൽ നമ്മളിപ്പോ നിങ്ങൾ ഇരിക്കുന്നത്, എനിക്ക് തോന്നുന്നു പലരും ഇരിക്കുന്നത് ബീറ്റയിലായിരിക്കും. പക്ഷെ ആ ബീറ്റയിലാണോ ആൽഫയിലാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ? അത് നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഇരിക്കണമെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിന്റെ വേവ് ലെങ്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒരു പ്രത്യേക അങ്ങനെ ഒരു വേവിൽ കാണാൻ സാധിക്കും. മറ്റേത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു വേവ് ആയിരിക്കും. ഇത് ഇങ്ങനെയുള്ള ഒരു വേവ് ആയിരിക്കും. നമുക്ക് നമ്മുടെ ബ്രെയിനിന്റെ സ്കാനിങ്ങിലൂടെ ഒക്കെ അല്ലെങ്കിൽ ബ്രെയിനിന്റെ പ്രവർത്തിയുടെ സമയത്ത് നമുക്കത് റെക്കോർഡ് ചെയ്താൽ നമുക്കത് അറിയാൻ പറ്റുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത് ആക്റ്റീവ് തിങ്കിങ് ആണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബീറ്റ ലെങ്ത്തിലായിരിക്കും. സോ തീറ്റ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ഹിപ്നോസിസിൽ നമ്മൾ ഏറ്റവും ഡീപ്പ് ട്രാൻസിലോട്ട് കൊണ്ടുപോകുന്ന ഈ സ്റ്റേറ്റിലാണ്. അതായത് 4 to 7 ഹെഡ്സ് ആണ്. അതൊരു ഇവിടെയാണ് നമ്മൾ ഡ്രീം കാണുന്നത്, സ്വപ്നം എന്ന് പറഞ്ഞാൽ ഉറക്കമാണ് കേട്ടോ. ശരിക്കും ഭാരതീയ ശാസ്ത്രങ്ങളിൽ സ്വപ്നം, സുഷുപ്തി, ജാഗ്രത ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല സ്റ്റേജ് നമ്മുടെ നിദ്രയ്ക്കുണ്ടെന്നാണ് പറയുന്നത്. അതിൽ നമ്മളൊരു സുഷുപ്തിയിലൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഉറക്കം ആ ഒരു പൂർണ്ണ ലെവലിലേക്ക് കിട്ടുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഡ്രീംസ് എന്ന് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ് നമ്മൾ ഡ്രീം കാണുക എന്ന് പറയുന്നത്. ആ ഡ്രീം നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകുന്ന, ശരിക്കും ഏതൊരു വിദ്വാൻ പറഞ്ഞതുപോലെ ഛർദിക്കുക. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ഒരു പാത്രത്തില് നിറഞ്ഞിരിക്കുന്ന അതിന്റെ വസ്തുക്കളെ അത് വൊമിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡ്രീം എന്ന് പറയുന്നത്. പക്ഷെ ആ വൊമിറ്റിങ്ങിൽ നല്ല സാധനങ്ങളാണോ നമ്മൾ വൊമിറ്റ് ചെയ്യുക? നമ്മൾ കഴിച്ചു കഴിഞ്ഞ് വൊമിറ്റ് ചെയ്യണത് നമുക്ക് കാണാൻ പോലും താല്പര്യം ഉണ്ടാവില്ല, സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. എന്ന് പറഞ്ഞ പോലെ ഈ ശകലങ്ങളെ, ഈ പാർട്ടിക്കിൾസിനെ നമുക്ക് ഓർത്തെടുക്കാൻ പ്രയാസം. ഏതാനും സമയം കഴിഞ്ഞ് നമ്മളിത് മറന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇത് സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് വരുന്ന ഒരു അവസ്ഥയാണ്. കാരണം ആ സമയത്ത് നമ്മൾ തീറ്റ സ്റ്റേറ്റിലാണ് നമ്മൾ പോകുന്നത്. 4 to 7 ഹെഡ്സ് ആണ്. ഇൻ ഡെൽറ്റ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോ ലെവലിലുള്ള ഒരു ഹെഡ്സ് ആണ് ഡെൽറ്റ എന്ന് പറയുന്നത്. അതായത് ഇത് നമ്മുടെ അൺകോൺഷ്യസ് സ്റ്റേറ്റ് ആണ്. നമ്മൾ ബോധരഹിതനായിട്ട് കിടക്കുന്ന ഒരു സമയം, ഡീപ്പായിട്ടുള്ള സ്ലീപ്പ്. ആരും വന്ന് ചിലർ പറയില്ലേ, നിങ്ങളെ വന്ന് വെള്ളയിൽ ഭൂമി ഇടിഞ്ഞു പൊളിഞ്ഞു വീണാൽ ഇവിടെ അറിയില്ലല്ലോ എന്ന് പറയും. എന്തുറക്കാണെന്നൊക്കെ പറയും അല്ലെ? അത് അവർ ഡീപ്പ് റിലാക്സ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലാണ്. അവിടെ നമ്മുടെ അൺകോൺഷ്യസ് സ്റ്റേറ്റിനെ നമുക്ക് തുറക്കാനായിട്ട് പറ്റുന്ന ഒരു സ്റ്റേറ്റ് ആണത്.
ഇനി ഏറ്റവും കൂടിയ ഹെഡ്സ് എന്ന് പറയുന്നത് ഗാമയാണ്. അത് 30 മുതൽ 100 വരെയാണ് അതിന്റെ ഹെഡ്സ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഹൈ ലെവലില് ലേൺ ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ ഞങ്ങളൊക്കെ സൈക്കോളജിയുടെ PG സൈക്കോളജിയുടെ തലേദിവസമൊക്കെ ചിലപ്പോൾ ഞങ്ങളൊക്കെ നമ്മളൊക്കെ ഗാമയിലോട്ട് പോയിട്ടുണ്ടാവും. ഞാൻ പോയിരുന്നുള്ളൂ, എനിക്ക് പോയ പോലെ തോന്നുന്നു. കാരണം നമുക്കത് ഭയങ്കര ഒരു പീക്ക് സ്റ്റേജ്, ഈ സ്റ്റേജിൽ നമുക്ക് പ്രോബ്ലം സോൾവിങ് വരും, അതുപോലെ തന്നെ ഹൈ ലെവൽ ഓഫ് കോൺസെൻട്രേഷൻ കിട്ടും. അപ്പൊ ഈ സ്റ്റേജിലേക്ക് എത്താൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുമക്കൾക്കൊന്നും കാര്യമായിട്ട് പഠിക്കാനോ ഒക്കെയുള്ള ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്, ഈ ഗാമ സ്റ്റേജിലാണ് അവർക്ക് അത് പ്രോസസ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഗാമ സ്റ്റേജ് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ബ്രെയിൻ അതനുസരിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കണം. ഇപ്പൊ ചിലവർക്ക് റൂം ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം, പുറമേയുള്ള അറ്റൻഷൻ ഡെഫിസിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഡിസ്റ്റർബൻസുകൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പൊ ഒക്കെ അവർക്ക് ഈ സ്റ്റേജിലേക്ക് എത്താൻ പ്രയാസമായിരിക്കും. സോ ഈ സ്റ്റേജിലൂടെയാണ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ്, അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിംഗ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത് ക്ലിയർ ആണോ? സ്റ്റേറ്റ് ബ്രെയിൻ 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 Yes, sir. വേവ്സ്. ഓക്കെ, അതോടെ പറയണമെന്നുണ്ടായിരുന്നില്ല, ഞാൻ ജസ്റ്റ് ഒരു അഡീഷണൽ ഇൻഫർമേഷൻസ് ഇട്ടതാണ്. സോ നമ്മൾ എവിടുന്ന് അങ്ങോട്ട് ചാടിയത്? വാട്ട് ഈസ് ഹിപ്നോസിസ്? Hypnosis, hypnotism, Let and us move. hypnotherapy. What is hypnotherapy? Hypnotherapy എന്ന് പറയുന്നത് is a therapeutic use of hypnosis and to help individual to achieve positive psychological and emotional or psychological changesന് വേണ്ടിയിട്ട് നമ്മൾ നമുക്കുണ്ടാകുന്ന എന്താ പറയാ മനഃശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നങ്ങള്, അതുപോലെ തന്നെ വൈകാരിക തലത്തിലുള്ള പ്രശ്നങ്ങള്, നമ്മുടെ സ്വഭാവ തലത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങള്, അതുപോലെ തന്നെ ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകള്, ഇവയെല്ലാം നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് എത്തിക്കുന്ന ഒരു തെറാപ്യൂട്ടിക് പ്രോസസ് ആണ് എന്ത്? ഹിപ്നോതെറാപ്പി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എന്താണ് ഹിപ്നോതെറാപ്പി എന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ഹിപ്നോതെറാപ്പി കമ്പൈൻസ് hypnosis and counseling and therapeutic techniques to address the specific problems address ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹിപ്നോതെറാപ്പി തനിയെ കൊടുക്കാറില്ല. ചിലപ്പോ ഒക്കെ നമ്മൾ ഹിപ്നോതെറാപ്പിയും ഇപ്പൊ CBT ഹിപ്നോതെറാപ്പിയും കൂടെ കൊടുക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തെറാപ്പി സെഷൻസിന് കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് ഹിപ്നോതെറാപ്പി കൊടുക്കാം. ചില കേസിൽ നമുക്ക് തനിച്ചും കൊടുക്കാം. നമ്മളുടെ യുക്തിയാണ് എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിൽ നമുക്ക് പ്രധാനമായിട്ട് കൊടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതാണ് ഹിപ്നോതെറാപ്പി എന്ന് പ്രധാനമായിട്ട് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിലേക്ക് പോവാം. ഹിപ്നോതെറാപ്പി എന്തിലേക്ക് ഉപയോഗിക്കുക? ആങ്സൈറ്റി പറഞ്ഞു, സ്ട്രെസ് പറഞ്ഞു, പാനിക് അറ്റാക്സ്. ഏറ്റവും കൂടുതൽ ആളുകൾ, ഇപ്പൊ എനിക്ക് തന്നെ 2-3 പേര് എന്നോട് കൗൺസിലിങ്ങിന് പ്രധാനമായിട്ട് എന്നോട് ചോദിച്ചേക്കുന്നത് പാനിക് അറ്റാക്സ് ആണ്. ഇപ്പൊ പാനിക് അറ്റാക്സ് എങ്ങനെയാണ് നമ്മൾ അതിനെ ടാക്കിൾ ചെയ്യേണ്ടത്, എന്തൊക്കെ മെത്തേഡ്സിലാണ് കൊടുക്കേണ്ടതിന്റെ ഒപ്പം തന്നെ നമുക്കൊരു ഹിപ്നോതെറാപ്പി സെഷൻസ് കൂടെ കൊടുത്താൽ നല്ല രീതിയിലുള്ള ചേഞ്ചസ് നമുക്ക് അതിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ലോ സെൽഫ് എസ്റ്റീം, അതുപോലെ തന്നെ നമുക്ക് സെൽഫ് ലവ് പ്രശ്നങ്ങള്, സെൽഫ് കോൺഫിഡൻസ്, നമുക്ക് സെൽഫുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങള്, പിന്നെ ഡിപ്രഷന് സപ്പോർട്ടീവായിട്ട്, അതായത് വളരെ ലൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള ഡിപ്രഷൻ അല്ല പറഞ്ഞ തുടക്കം, അതൊക്കെ നമുക്ക് എക്സ്പേർട്ടിന്റെ സഹായത്തിലൂടെ ചില സപ്പോർട്ടുകൾ നമുക്ക് ഇതിനകത്ത് കൊടുക്കാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞു സ്മോക്കിംഗ്, അതുപോലെ തന്നെ നെയിൽ ബൈറ്റിംഗ്, അതുപോലെ തന്നെ വെയിറ്റ് മാനേജ്മെന്റ്, പിന്നെ പ്രോകാസ്റ്റിനേഷൻ, ഇതിനൊക്കെ നമുക്ക് എന്ത് കൊടുക്കാം? ബിഹേവിയർ ചേഞ്ചസ് ആയിട്ട് ഹിപ്നോതെറാപ്പി കൊടുക്കാം. പെർഫോമൻസ് എൻഹാൻസ്മെന്റ് ആയിട്ട് നമുക്ക് പബ്ലിക് സ്പീക്കിംഗ്, സ്പോർട്സ് പെർഫോമൻസ്, അതുപോലെ തന്നെ എക്സാം കോൺഫിഡൻസ്, അതുപോലെ തന്നെ മെമ്മറി ഇംപ്രൂവ്മെന്റിനൊക്കെ നമുക്ക് മെമ്മറി ഇൻക്രീസ് ചെയ്യാൻ നമ്മളെ കൊണ്ട് ആർക്കും സാധിക്കില്ല. അത് അങ്ങനെയുള്ള ഒരു വാഗ്ദാനങ്ങളൊന്നും ആരും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. മെമ്മറി ഇംപ്രൂവ്മെന്റ് ചെയ്യുക, ഉള്ള മെമ്മറിനെ IQ-നൊക്കെ നമുക്ക് നല്ല രീതിയിൽ പോകാം. ആൻഡ് ഫിസിക്കൽ ലെവലിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് പെയിൻ മാനേജ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞു, അതുപോലെ തന്നെ മൈഗ്രെയിൻ സപ്പോർട്ട്. ഇന്ന് ആളുകൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു വ്യതയാണ് ശരിക്കും പറഞ്ഞാൽ എന്ത്? മൈഗ്രെയിൻ. അതിന് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഹിപ്നോട്ടിസം നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. സ്ലീപ്പ് ഇംപ്രൂവ്മെന്റ്, ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പറയുന്നു ഉറക്കമില്ല, ഞാൻ എന്ത് ചെയ്യണം? പലതരത്തിലുള്ള ടാബ്ലറ്റ്സ് മേടിച്ച് യൂസ് ചെയ്യുന്നു, പല ഹാപ്പി ഹോർമോൺസ് ഇപ്പൊ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടുന്നുണ്ട്, അത് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ പല ഗ്ലാൻഡിനെ ക്ലിയർ ചെയ്യാനുള്ള മെഡിസിൻസ് കഴിക്കുന്നു, ഇങ്ങനെ റിലാക്സേഷൻ ട്രെയിനിങ്സിന് പോകുന്നു, ഇങ്ങനെ പല രീതിയിൽ ചെയ്തിട്ടാണ് ആളുകൾ ഉറക്കത്തിലേക്ക് പോകുന്നത്. അപ്പൊ അതിനൊക്കെ നമുക്ക് ഹിപ്നോതെറാപ്പിയിലൂടെ പ്രധാനമായിട്ട് നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി സ്റ്റേജസ് ഓഫ് ഹിപ്നോതെറാപ്പി, എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ട് ഏറ്റവും ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് തന്റെ മുന്നിൽ ഒരു ക്ലയന്റ് വരുന്നു, അല്ലെ? അവിടെയല്ലേ നമുക്ക് ഹിപ്നോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഹിപ്നോതെറാപ്പിയുടെ ഏറ്റവും സ്റ്റാർട്ടിംഗ് സെഷൻ എന്താണ്? എങ്ങനെയാണ് നിങ്ങൾ ഹിപ്നോതെറാപ്പി ഡിസൈഡ് ചെയ്യുന്നത്? എങ്ങനെയാണ് നിങ്ങൾ ഹിപ്നോതെറാപ്പി കൊടുക്കുന്നത്? എങ്ങനെയാ കൊടുക്കുക? വരുന്നവർക്കൊക്കെ പിടിച്ച് ഹിപ്നോതെറാപ്പി കൊടുക്കണോ? എന്താ ചെയ്യാ?
എന്താ ചെയ്യുക? സൈക്കോളജിസ്റ്റ് ആരെങ്കിലും ഉണ്ടോ? എന്താ നിങ്ങൾ ചെയ്യാ? എന്താ ചെയ്യാ? ജയശ്രീ മാം എന്താ ചെയ്യാ? മൈക്ക് മൈക്ക് ഓൺ ചെയ്തു. ഞാനൊരു സ്റ്റുഡന്റ് ആണ്, ഹിപ്നോതെറാപ്പി ആദ്യമായിട്ട് കേൾക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു ഓപ്പൺ ബുക്കാണ്. അപ്പൊ നമുക്ക് അതിനകത്ത് വൃത്തിയായിട്ട് എഴുതാം. പലരും പല സ്ഥലത്തുനിന്നും ഹിപ്നോതെറാപ്പി പറ്റിയിട്ടുള്ള ക്ലാസ്സുകൾ, ഓക്കെ, താങ്ക് യു ജയശ്രീ മാം, ഹിപ്നോതെറാപ്പി പറ്റിയിട്ടുള്ള ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഒരു പ്രജുഡീസ് ആയിട്ട് ഇരിക്കണ്ട. നിങ്ങൾ തരുന്ന ഇൻഫർമേഷൻസ് നിങ്ങൾ പ്രോസസ് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടത് എടുക്കുക, അല്ലാത്ത കളയുക. അപ്പൊ നമുക്ക് പറയാം, നമ്മുടെ മുന്നിലേക്ക് ഒരു ക്ലയന്റ് കയറി വരും അല്ലെ. ഇപ്പൊ ക്ലയന്റ് കയറി വരുമ്പോൾ ക്ലയന്റ് എങ്ങനെയാണ് നടക്കുന്നത്, ക്ലയന്റ് എന്തൊക്കെ വസ്ത്രധാരണം നടത്തിയിട്ടുണ്ട്, അത് വൃത്തിയുള്ളതാണോ, ക്ലയന്റ് കുളിച്ചിട്ടുണ്ടോ, ക്ലയന്റിന്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ MSc മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനിൽ നമ്മൾ നോക്കുന്നുണ്ട് അല്ലെ. എന്തായാലും വിളിക്കുക MSc എന്താ വിളിക്കുക? MSc ഏറ്റവും ഫസ്റ്റ് നമ്മൾ എന്താ നോക്കുക? എന്താണ് MSc? അയ്യോ, കുറെ കാര്യങ്ങൾ പറഞ്ഞു പോയാൽ നമ്മുടെ ക്ലാസ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും അല്ലെ. ഓക്കെ, അതെ. അപ്പൊ എക്സാമിനേഷൻ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ. ഇപ്പൊ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനിൽ ഇവരെന്ന് അസസ്മെന്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഇൻഫോർമെന്റ് എന്തൊക്കെ ഇൻഫർമേഷൻസ് തന്നു, എന്താണ് അവർക്ക് പെട്ടെന്നുണ്ടായ ഇതിലേക്ക് വരാനുള്ള കാരണം എന്താണ്, അവരെ അസസ് ചെയ്യുക. അവരെ അസസ് ചെയ്യുമ്പോൾ അവരുടെ ഹോബീസ് നോക്കുന്നു, അവരുടെ തോട്ട് പാറ്റേൺസ് നോക്കുന്നു, വോയിസ് നോക്കുന്നു, പിച്ച് നോക്കുന്നു. ഇങ്ങനെ നമ്മൾ എല്ലാം അല്ലെ, അവർക്ക് എന്താ പറയാ, ഈ പല രീതിയിൽ അവരെ എക്സാമിൻ ചെയ്യാണ്. അവര് അതെല്ലാം എങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങളുടെ തോട്ട് എന്താണ്, നിങ്ങൾ എന്ത് വസ്ത്രമാണെന്ന് ധരിച്ചത്, നിങ്ങൾ ഇന്ന് കുളിച്ചോ, ഇങ്ങനൊന്നും ചോദിക്കരുത്. നമ്മൾ അവരെ സംസാരിക്കാൻ അനുവദിച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ അതിനു മുമ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ക്ലയന്റ് വരുമ്പോ ഓടിപ്പോയിട്ട് അവരോട് ഇപ്പൊ ഇന്ന് കാണുന്ന എങ്ങനെയാ, ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചോദിക്കുക, എന്താ ഇപ്പൊ നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ. അപ്പൊ അത് സാറേ, ഞാൻ കല്യാണം കഴിച്ചു, അതിൽ ആദ്യം കുട്ടി ഉണ്ടായി, പിന്നെ പിണങ്ങി, കുറച്ചു നാൾ കഴിഞ്ഞപ്പോ ഞാൻ വീണ്ടും പോയി രണ്ടാമത്തെ ഒരു കുട്ടിയായി. അപ്പൊ പറഞ്ഞ പോലെ ആര് പറഞ്ഞു ഇങ്ങോട്ട് രണ്ടാമട്ടം പോവാൻ? അതല്ലേ ഇപ്പൊ പ്രശ്നത്തിന് കാരണം. നിങ്ങളുടെ കുടുംബത്തിരിക്കായിരുന്നില്ലേ? ഞാനാണോ നിങ്ങോട്ട് പോകാൻ പറഞ്ഞത്? ഞാൻ കേട്ടതാ, ഒരു സൈക്കോളജിസ്റ്റ് പറയുന്ന ഒരു വർത്താനം. ഞാൻ പറഞ്ഞു നിങ്ങോട്ട് പോകാനായിട്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇതിന് സജഷൻ പറഞ്ഞാലോ, അതോ നിങ്ങൾ ഇത് ആലോചിച്ചെടുക്കുന്നു? അപ്പൊ അങ്ങനെയൊന്നുമല്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം അവരായിട്ട് ചെയ്യേണ്ടത് നമ്മൾ റാപ്പോ ബിൽഡ് ചെയ്യാണ്. അപ്പൊ ഹിപ്നോതെറാപ്പിയിലും ഇതിനകത്ത് സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സ് നമ്മുടെ സ്റ്റെപ്പായിട്ട് ഏകദേശമൊക്കെ മാച്ച് ചെയ്ത് പോകും കേട്ടോ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രീ ടോക്ക് എന്നാണ് ഇതിൽ ഹിപ്നോതെറാപ്പി പറയുന്നത്. പ്രീ ടോക്ക്. വാട്ട് ഈസ് പ്രീ ടോക്ക്? പ്രീ ടോക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് അസസ്മെന്റ്. അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? സോ സ്റ്റേജസിൽ ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ മറക്കാതെ ഓർക്കുക, അസസ്മെന്റില് പ്രീ ടോക്ക്, അതില് ബിൽഡ് റാപ്പോർട്ട് ആൻഡ് ട്രസ്റ്റ് ഓഫ് ദ ക്ലയന്റ്. അതാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ അവരുടെ ട്രസ്റ്റ് നമ്മൾ എടുക്കണം. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയ, ഒരു ടോക്ക് തെറാപ്പി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു CBT ആയിക്കോട്ടെ, ക്ലയന്റിന്റെ പൂർണ്ണ മനസ്സൊന്നും നമുക്ക് ആവശ്യമില്ല. പക്ഷേ ആവശ്യമില്ല എന്നല്ല, ക്ലയന്റിനെ ഇങ്ങനെ റിലാക്സ് ചെയ്ത് നിങ്ങൾ ഉറങ്ങുകയാണെന്ന് പറയുമ്പോൾ ക്ലയന്റ് പറയാ, എനിക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല, എനിക്ക് ആകെ ടെൻഷനാണ്, നിങ്ങൾ എന്നെ എന്താ ചെയ്യാൻ പോണേ? ഇങ്ങനെയായി നമുക്ക് ചെയ്യാൻ പറ്റില്ല. മറ്റേത് തെറാപ്പി സെഷനെ അപേക്ഷിച്ചു ഇവിടെ ട്രസ്റ്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ട്രസ്റ്റ് മാത്രമല്ല, ക്ലയന്റിന്റെ കൺസേൺ, ക്ലയന്റിന്റെ ഡൗട്ട്സ് നമ്മൾ ക്ലിയർ ചെയ്തേ പറ്റും. അയാൾക്ക് 0 ഡൗട്ട്സ് ആയിരിക്കണം. നിങ്ങൾ എന്റെ മനസ്സ് ചൂഴ്ന്നെടുക്കൂ, നിങ്ങൾ എന്നെ ഉറക്കി കിടത്തി എന്റെ മനസ്സിലെ കാര്യങ്ങളൊക്കെ പോക്കൂ, ഇതൊക്കെയാണ് അവരുടെ ഡൗട്ട്സ്. അപ്പൊ നമ്മൾ എന്തൊക്കെ പറയണമെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ബിൽഡ് എ റാപ്പോർട്ട് ആൻഡ് ട്രസ്റ്റ്, അണ്ടർസ്റ്റാൻഡ് ദ ക്ലയന്റ്സ് പ്രോബ്ലം ആൻഡ് എക്സ്പ്ലെയിൻ ഹിപ്നോസിസ് ആൻഡ് റിമൂവ് ഫിയേഴ്സ്. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അല്ലെ. എന്താണെന്ന് ഹിപ്നോസിസ് എക്സ്പ്ലെയിൻ ചെയ്യുക, ക്ലയന്റിന്റെ മനസ്സിലുള്ള ഭയത്തെ ഇല്ലാതാക്കുക. സെറ്റ് തെറാപ്യൂട്ടിക് ഗോൾസ്, നമ്മൾ ഗോൾ സെറ്റ് ചെയ്യും. സോ അപ്പൊ അതിൽ ആക്ടിവിറ്റീസ് എന്തൊക്കെ കൊടുക്കാം? കേസ് ഹിസ്റ്ററി ടേക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഡിസ്കഷൻസ് ഓഫ് എക്സ്പെക്ടേഷൻസ് അത് നമ്മൾ ഡിസ്കസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ മിത്സ് ആൻഡ് ഫാക്ട്സ് അബൌട്ട് ഹിപ്നോസിസ്. ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. അതായത് നമ്മൾ എന്തൊക്കെ ഫാക്ട്സ് ആണ്, എന്തൊക്കെ മിത്സ് ആണ് എന്നുള്ളത് നമ്മൾ പറയുക. അപ്പൊ അവരുടെ മനസ്സിനകത്ത് കുറെ മിത്സുകൾ ഉണ്ടാവും, നമ്മൾ അതെല്ലാം ക്ലിയർ ചെയ്യുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒബ്റ്റെയിനിങ് കൺസെന്റ്. അത് നിർബന്ധം. ഈ സെക്ഷന് ഞാൻ പരിപൂർണമായും സ്വമേധയാ, അല്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് ഈ സെക്ഷൻ ചെയ്യുന്നതിന് ഭർത്താവ് നിലയിൽ എനിക്ക് പരിപൂർണ സമ്മതമാണ് എന്നുള്ളതോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള കൺസെന്റ് നമ്മൾ അവരെ കൊണ്ട് എഴുതി മേടിക്കുക. പിന്നെ മസ്റ്റ് ആയിട്ട് ഒരു ബൈസ്റ്റാൻഡർ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇൻഫോർമന്റിനെ നമ്മൾ പിടിച്ചവിടെ നിർത്തണം. കാരണം ഹിപ്നോതെറാപ്പി സെഷനിൽ ഇവർ ചിലപ്പോൾ ബോധരഹിതമായിട്ടായിരിക്കും അവിടെ കിടക്കുന്നുണ്ടാവുക.
അപ്പൊ അതിനുള്ളിൽ ഒരു മെയിലാണ് ഒരു ഫീമെയിലെ ഹിപ്നോതെറാപ്പി ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ റൂം തുറന്ന് കയറി വരുമ്പോൾ ഭർത്താവ് കാണുന്നത് ആ ബെഡിലോ അവിടെയോ ഭാര്യ ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുകയും തെറാപ്പിസ്റ്റ് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നതും കാണുന്നുണ്ടാവും. അതിന്റെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുന്ദരമായിട്ട് അവിടെ പോവാം. നമുക്ക് ബോധമുണ്ട കഴിക്കാനായിട്ട് വേണ്ടി വരും എന്നുള്ളതാണ്. സോ അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങളുടെ റൂമിൽ ഒരു CCTV സർവൈലൻസിന്റെ അണ്ടറിലാക്കുക. ഹസ്ബൻഡിന് പുറത്തുനിന്നെല്ലാം കാണാൻ പറ്റണം. അല്ലെങ്കിൽ അയാളെ ഉള്ളിൽ പിടിച്ച് അവിടെ കസേരയിൽ ഇരുത്തുക. വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് മാനഹാനി ഇല്ലാതിരിക്കലാണല്ലോ നമുക്ക് ഏറ്റവും ബെസ്റ്റ്. അതുകൊണ്ട് അയാൾ അവിടെ പിടിച്ചിരുന്നത് നന്നായിരിക്കും. അപ്പൊ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം അന്ന് അവരെ പറഞ്ഞു വിടുക. അന്ന് പിന്നെ നിങ്ങൾ ഹിപ്നോതെറാപ്പി സെഷൻ ഒന്നും ചാടി പിടിച്ച് ചെയ്യണ്ട. ഞാൻ ഹിപ്നോതെറാപ്പി ഒക്കെ പഠിച്ചു, ഇനി ഞാൻ ചാടി പിടിച്ച് ചെയ്യാനൊന്നും നിൽക്കണ്ട. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് അടുത്ത ഒരു വീക്കിൽ വരുന്ന സമയത്ത് ഇൻഡക്ഷൻ കൊടുക്കുക. ഇൻഡക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇൻഡക്ഷനിൽ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലയൻസിന് ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് എത്താനായിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് ഇൻഡക്ഷൻ. ഇതിനു മുമ്പ് ഒരു സ്റ്റേറ്റ് കൂടെ എനിക്ക് പറയാനുണ്ട്, ഞാനത് മറന്നുപോയി, അതിവിടെ ഓർക്കാണ്. റിലാക്സേഷൻ ടെക്നിക്സ് കൊടുക്കണം. എന്താണ് റിലാക്സേഷൻ ടെക്നിക്സ്? പ്രധാനമായിട്ട് നമ്മൾ ഒരു 5 times ഡീപ്പായിട്ടുള്ള ബ്രീത്ത് അവരോട് എടുക്കാനായിട്ട് പറയുക. ഡീപ്പ് ബ്രീത്ത് അവരെ കൊണ്ട് എടുപ്പിക്കണം. അതിനുശേഷം നമ്മൾ പറയുക, ഓരോ തവണ ശ്വാസം നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾ കംപ്ലീറ്റ്ലി റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഓരോ തവണ ശ്വാസം ഉള്ളിലേക്ക് എടുക്കും തോറും, അതായത് ആദ്യത്തേതിനേക്കാൾ കൂടുതലാണ് രണ്ടാമത്തേത്, അതാണ് ആ വേർഡിന്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ്ലി റിലാക്സ് ആയിട്ട് നമ്മൾ ആ വോയിസിലൊക്കെ നല്ല മോഡുലേഷൻസ് വരുത്തണം. എങ്ങനെ? ഓരോ തവണ ശ്വാസം നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കുമ്പോഴേക്കും നിങ്ങൾ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആയിക്കൊണ്ടിരിക്കുക. ഈ റിലാക്സ്ഡ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിൻ റിലാക്സ് ചെയ്യും. അതേസമയം നിങ്ങൾ ഓരോ തവണ ശ്വാസം നിങ്ങളുടെ അന്തർഭാഗത്തേക്ക് എടുക്കും തോറും നിങ്ങൾ പരിപൂർണ സുഖലോലുപത്തിലേക്ക് നീങ്ങുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും തോന്നില്ല. എത്ര ഇംഗ്ലീഷ് അറിയാത്ത ആളുകളാണെങ്കിലും നിങ്ങൾ റിലാക്സ്ഡ് ആകുന്നു എന്ന് പറയുന്ന ആ വേർഡിന് തന്നെ റിലാക്സേഷൻ ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയണത്. അതുകൊണ്ടായിരിക്കാം ഇംഗ്ലീഷ് ഭാഷയിൽ റിലാക്സേഷൻ ഇത്രയും റിലാക്സേഷൻ കിട്ടുന്നത്. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ ഇൻഡക്ഷൻ കൊടുക്കേണ്ടത്. അവിടെ ഇൻഡക്ഷൻ നമ്മൾ പ്രധാനമായിട്ടും ഐ ഫിക്സേഷൻ എന്ന് പറയുന്ന ഒരു ഇൻഡക്ഷൻ കൊടുക്കും. ഐ ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ കണ്ണുകൾ ക്ലോസ് ചെയ്യാൻ പറയുക. അതിനുശേഷം നമ്മൾ അവരോട് കണ്ണുകളിൽ ഒരു പശ തേക്കുന്നതായിട്ട് സങ്കല്പിക്കാൻ പറയുക. അതിനുശേഷം നിങ്ങളുടെ കണ്ണുകൾ തുറക്കാൻ സാധിക്കില്ല. എത്ര ശ്രമിച്ചാലും നിങ്ങളുടെ കണ്ണുകൾ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകും. നിങ്ങളുടെ കണ്ണുകൾ തളർച്ച അനുഭവപ്പെടും. നിങ്ങളുടെ കണ്ണുകൾ തുറക്കാൻ പറ്റുന്നില്ല പറ്റുകയില്ല എന്നുള്ള ഒരു നെഗറ്റീവ് അഫർമേഷൻസ് നമ്മൾ അവർക്ക് കൊടുക്കുക. അപ്പൊ അതിനകത്ത് അവർ സക്സസ് ആവുന്നുണ്ടെങ്കിൽ അവർക്ക് സജസ്റ്റബിലിറ്റി ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പൊ എന്താണ് സജസ്റ്റബിലിറ്റി എന്നും എത്ര ടൈപ്പ് ഓഫ് ഇൻഡക്ഷൻ ഉണ്ടെന്നും നമുക്ക് ഈ ക്ലാസ്സിൽ പറഞ്ഞു തീർക്കുക സാധ്യമല്ല. കാര്യം ഇതൊരു 1 വീക്കിന്റെ പ്രോഗ്രാമാണ്. 1 വീക്ക് കൊണ്ട് എടുത്താൽ പോലും തീരുമോ എന്ന് സംശയമുണ്ട്. അത്രയേറെ ഉണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് പഠിക്കാനായിട്ട്. അതിനെ ഞാനൊരു 1 hourലേക്ക് കംപ്രസ് ചെയ്യുമ്പോണ്ടാവണ കുറെ ടെക്നിക്കൽ ഇഷ്യൂസ് ഇതിനകത്ത് ഉണ്ടാകാം. അപ്പോൾ ഐ ഫിക്സേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊടുക്കാൻ മറ്റൊരു സജസ്റ്റബിലിറ്റി ടെസ്റ്റ് ആണ് ഫിംഗർ മാഗ്നറ്റിക് ടിപ്സ് എന്ന് പറയുന്ന ഒരു സംഭവം. അതായത് നമ്മൾ അവരുടെ കൈകൾ ജസ്റ്റ് ഇങ്ങനെ പിടിക്കാനായിട്ട് പറയുക. അതിനുശേഷം ഈ കൈകൾക്ക് നടുക്ക് ഒരു മാഗ്നറ്റ് ഉണ്ട് എന്ന് സങ്കല്പിക്കാനായിട്ട് പറയുക. കൈകളിലേക്ക് ശ്രദ്ധിക്കും തോറും നിങ്ങളെ കൈകൾ പയ്യെ അടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് പറയുക. അതാണ് ഫിംഗർ മാഗ്നറ്റിക് ടെസ്റ്റ്. ഞാൻ ഏതോ ഒരു ക്ലാസ്സിൽ കണ്ടതാണ്. ഫ്രീ സെഷനാണ് എടുക്കുന്നത്. അവർ പറഞ്ഞു പോകുന്നു, ഇൻഡക്ഷൻ ഐ ഫിക്സേഷൻ ഫിംഗർ മാഗ്നറ്റിക് ടെസ്റ്റ് ഒക്കെ ചെയ്യുക, എന്നിട്ട് നമ്മൾ നേരെ ഹിപ്നോതെറാപ്പി ചെയ്യുക, കഴിഞ്ഞു. അപ്പൊ അതിൽ ആരോ ഒരാൾ ചോദിച്ചു, ഇതൊന്ന് പറഞ്ഞു തരുമോ ഐ ഫിക്സേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അത് നമ്മുടെ പെയ്ഡ് പ്ലാറ്റ്ഫോമിലേക്ക് വന്നാൽ മതി, അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ ഞാൻ ഐ ഫിക്സേഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു കാണിച്ചു തന്നു. ഈ വീഡിയോ റെക്കോർഡറാണ്. നിങ്ങൾ അത് വീണ്ടും എടുത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കൈ ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. ഇതിന് നടുക്ക് മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. ഇത് കൈ നമ്മൾ ഓരോ സെക്കൻഡ് കഴിയുന്നതോടും നിങ്ങളുടെ കൈവിരലുകൾ അടുത്തടുത്ത് വരുമെന്ന് പറയാം. അങ്ങനെ അടുത്തടുത്ത് വരുന്നുണ്ടെങ്കിൽ ഇയാൾ സജസ്റ്റബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തിനാണ് നമ്മൾ ഇൻഡക്ഷൻ ടെക്നിക്സുകൾ ചെയ്യുന്നത്? അല്ലെങ്കിൽ സജസ്റ്റബിലിറ്റി എന്തിന് പരിശോധിക്കണം? നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ക്ലയന്റ് എത്രത്തോളം സജസ്റ്റബിലിറ്റി ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് വേണം നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള സെഷൻസ് കൊടുക്കാനായിട്ട്. അപ്പൊ ഇതിനകത്ത് ചിലർ ഹാഫായിട്ട് വരും. ചിലർക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് കൈ തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അയ്യോ എന്റെ കൈ പറഞ്ഞു പോരുന്നില്ല, എനിക്കിനി എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ കൈ നന്നായിട്ട് ടച്ച് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ജസ്റ്റ് ഒരു സ്നാപ്പ് അടിച്ചാൽ മതി. അങ്ങനെ ഓക്കെ, ഇനി നിങ്ങളുടെ കൈകൾ തുറക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് പറ്റുമെന്ന് ട്രൈ നോക്കിയെന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പോരും. അവർക്കൊരു ഞെട്ടൽ ഉണ്ടാക്കി കൊടുക്കുക. അതാണ് ഈ സ്നാപ്പ്. ജസ്റ്റ് ഇങ്ങനെ അവരുടെ ചെവിയുടെ ഭാഗത്ത് കൊണ്ടായിട്ട് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇനി തുറക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ആ ഒരു ഞെട്ടലോട് കൂടിയിട്ട് അവർ കൈ പെട്ടെന്ന് എടുക്കും. അതിനാണ് നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അതിനുശേഷം നമ്മൾ PMR കൊടുക്കുക. പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ആണ് നമ്മൾ നെക്സ്റ്റ് കൊടുക്കേണ്ട ടെക്നിക്സ്.
PMR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രോഗിയെ ഒരു പ്രതലത്തിലേക്ക് കടത്തുകയും രോഗിയുടെ കാൽപാദം മുതൽ തല വരെയുള്ള ഭാഗങ്ങള് ഓരോ മസിൽ പാർട്സിനെയും ടൈറ്റ് ചെയ്ത് റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ എന്ന് പറയുന്നത്. അത് ഏകദേശം ഒരു 5 മുതൽ 10 മിനിറ്റ് വരെയൊക്കെ എടുത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഏതൊരു മാനസിക പ്രശ്നത്തിന് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ഒരു പരിധി വരെ നന്നായിട്ട് ഒരു ചെറിയൊരു ആശ്വാസം കൊടുക്കുന്നതായിട്ട് എൻ്റെ അനുഭവത്തിൽ കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ ക്ലയന്റിന് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ, സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് ഒന്നും നമ്മൾ നോക്കുന്നില്ലല്ലോ, അതൊക്കെ സൈക്കാട്രിസ്റ്റിന്റെ അടുത്തോട്ട് വിടുവല്ലേ. നമ്മുടെ അടുത്തോട്ട് വരുന്നത് കുറച്ച് കുടുംബ പ്രശ്നവും ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയതും ഭാര്യ ഉപേക്ഷിച്ചിട്ട് പോയതും അങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസിലൊക്കെ അല്ലേ നമ്മുടെ അടുത്ത് വരുന്നുള്ളൂ. അതിനൊക്കെ നമ്മുടെ മരുന്നിന്റെ അടുത്തേക്ക് ഒന്നും കൊണ്ടാക്കാനും നമുക്ക് ചെയ്തു കൊടുക്കാൻ അത് സൂയിസൈഡൽ ടെൻഡൻസി ഉള്ള കുറച്ച് കേസുകൾ, ഒരു കൊലപാതകം ചെയ്തൊരു കൊലപാതകം നമ്മുടെ അടുത്ത് ഇത് നമ്മൾ നോക്കരുത് കേട്ടോ. അതുപോലെ നമ്മൾ ഒട്ടും തൊടാൻ പറ്റാത്ത നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ NPD ആ ദൂരെ നിന്ന് വെച്ചിട്ട് തന്നെ ഒഴിവാക്കി വിടുക. അതായത് വളരെ മോശമെന്നല്ല, നമുക്ക് ചീത്തപ്പരാവും, അതാണ് അതിന്റെ പ്രശ്നം. അവിടെ ഒഴിവാക്കി ബെറ്റർ ദാൻ എന്നേക്കാളും നല്ല കൗൺസിലേഴ്സ് വേറെ ഉണ്ടാവും. എനിക്കിത് ഓക്കെ ആവും തോന്നുന്നില്ല, നിങ്ങൾ വേറൊരു കൗൺസിലറെ കാണുന്നതാണ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ളത്. നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തിന്റെ പേര് സജസ്റ്റ് ചെയ്യാതിരിക്കുക, ആ വ്യക്തിയും കൂടെ അതിനകത്ത് കൊണ്ട് ചാടിക്കാതിരിക്കുക. അവരെവിടെയെങ്കിലും പോയി ഏതെങ്കിലും കൗൺസിലറെ കണ്ട് ചെയ്തോട്ടെ. NPD ഉള്ള രോഗിയുടെ കാര്യമാണ് പറഞ്ഞത്. അവരൊന്നും നമുക്കിത് ചെയ്യാനേ സാധിക്കില്ല കേട്ടോ, മുതിരേ വേണ്ട നിങ്ങള്. അപ്പം PMR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻസൈറ്റ് ഉണ്ടായിരിക്കണം. ആ ചോദിച്ചോ. ഒരു ഡൗട്ട് സാറിന്റെ അടുത്തേക്ക് വിടാവോ? എന്റെ അടുത്തേക്കോ? എന്റെ പേരേ പറയരുത്. എന്നോട് കാണിക്കുന്ന വലിയൊരു ക്രൂരതയോ. NPD നമ്മൾ നോക്കില്ല. കാരണം എനിക്കറിയില്ല, അറിഞ്ഞാലും അറിയില്ല എന്ന് ഞാൻ പറയുള്ളൂ. അറിയില്ല, കാരണം എൻ്റെ ഒരു കൂട്ടുകാരൻ NPD വിക്ടിം, അയാൾ NPD ഉള്ള ഒരാളാണ്. അപ്പൊ അയാളോട് ഞാൻ പറഞ്ഞു നിനക്ക് NPD ഉണ്ട്, ഇപ്പൊ എന്നോട് മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞു നിനക്ക് NPD ഉണ്ട്, നീ അതിന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യൂ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു നീ എന്നോട് ഇങ്ങനെ നീ പറയേണ്ടിയിരുന്നില്ല, നീ എന്റെ ബാല്യകാല സുഹൃത്തല്ലേ, നീ ഇപ്പൊ വലിയ സൈക്കോളജിസ്റ്റ് ആയപ്പോ നീ ആവശ്യമില്ലാത്ത രോഗങ്ങൾ കൊണ്ട് എന്റെ അടുത്തോട്ട് വരിക. അവൻ ഡിവോഴ്സ്ഡ് ആണ്, ഭാര്യയെ ഡിവോഴ്സ് ചെയ്തു, ഭാര്യ NPD വിക്ടിമാണ്. ഞാൻ ആ ഭാര്യയോട് സംസാരിച്ചു. അതിൽ നിന്നൊക്കെ കുറെ കാര്യങ്ങൾ നിന്നാണ് നമ്മൾ അസസ് ചെയ്തത്. പക്ഷെ അവിടെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. കാര്യം NPD ഉള്ള ഒരാൾ ഒരിക്കലും സ്വയം സമ്മതിക്കില്ല എനിക്ക് ഈ പ്രശ്നമുണ്ട്. അതാണ് ആദ്യത്തെ പ്രശ്നം. അതായത് നമ്മുടെ മുന്നിൽ വരുന്ന ക്ലയന്റിന് ആ വ്യക്തിക്ക് ആ പ്രശ്നമുണ്ടെന്ന്, അതിന് നമ്മൾ എന്ത് നോക്കും? ഇൻസൈറ്റ്. എത്ര ഇൻസൈറ്റ് ഉണ്ട്? എത്ര ഇൻസൈറ്റ് ലെവൽ ഉണ്ട്? 5 ലെവൽ. 6. 5 എങ്കിലും പറഞ്ഞല്ലോ, ഒന്നല്ല മിസ് ചെയ്തിട്ടോട് ആഡ് ചെയ്തോളൂ. 6. ഓക്കെ. എങ്ങനെയാണ് ഇൻസൈറ്റ് നമ്മൾ കണ്ടുപിടിക്കുക? ഇൻസൈറ്റ് ഗ്രേഡ് ആയിട്ടാണ് കണ്ടുപിടിക്കുന്നത് അല്ലെ. ഇൻസൈറ്റ് 6 ഗ്രേഡിലാണ് പ്രധാനമായിട്ടുള്ളത്. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4, ഗ്രേഡ് 5, ഗ്രേഡ് 6. അതിന്റെ ഗ്രേഡ് 1 എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ വരുന്ന രോഗി, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഈ കൊണ്ടുവരുന്ന ഈ പയ്യനാണ് അല്ലെങ്കിൽ എൻ്റെ അച്ഛനാണ് പ്രശ്നം, നിങ്ങൾ അവിടെ പോയി ട്രീറ്റ്മെന്റ് ചെയ്യും, എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഇതാണ് ഗ്രേഡ് 1. And person denies having any problems and refuse the treatment, no awareness of symptoms. അതാണ് സെക്കൻഡ് ഗ്രേഡ് എന്ന് പറയുന്നത്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ ആദ്യത്തെ ആള് മൊത്തം അയാൾക്കാണ് പ്രശ്നം എന്ന് പറയും, നമ്മളെങ്ങനെ അയാളെ കയറി ട്രീറ്റ്മെന്റ് ചെയ്ത പണി പാളും, അയാൾ നമ്മുടെ ഇൻഫോർമന്റ് ആണ്. ഓക്കെ. ഗ്രേഡ് 2 എന്ന് പറയുന്നത് അവർക്ക് നമുക്കറിയാം, മാളയുടെ വായില് തുണി തിരികി, അല്ല കലാഭവൻ മണിയുടെ വായിൽ തുണി തിരികിയിട്ട് മാള വരുന്നു. സത്യത്തിൽ മാളയാണ് പേഷ്യന്റ്, കലാമണി വായ തുറന്ന തെറി പറയുന്നു പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. വായ തുറന്ന് സത്യം വിളിച്ച് പറയാം. അപ്പൊ അതുകൊണ്ട് മാള വായിൽ കുത്തിരിക്കൊണ്ടിരിക്കും. അപ്പോ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും, സത്യത്തിൽ ഇതിൽ ആർക്കാണ് പ്രശ്നം. ഓക്കെ. അപ്പോൾ ഗ്രേഡ് 1 അങ്ങനെ കഴിക്കും. ഗ്രേഡ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ലൈറ്റ് അവയർനെസ് ഉണ്ട്, ഒരു ചെറിയ അവയർനെസ് ഉണ്ട്. ബട്ട് അവിടെയും നമുക്ക് എന്ത് കാണാൻ പറ്റും? ഡിനൈൽ കാണാനായിട്ട് പറ്റും. അതായത് അവിടെയും നമ്മൾ ഇത് എതിർക്കും. ഈ പ്രശ്നങ്ങള് എന്തൊക്കെയോ എവിടേക്കോ എങ്ങനെയൊക്കെയോ ചില പ്രശ്നങ്ങൾ തോന്നുന്നു, പക്ഷെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇതാണ് അവര് പറയുക കേട്ടോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഈ ആളുകൾ ഓരോന്ന് പറയുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ തോന്നുന്നത്. സംഭവം എനിക്ക് ദേഷ്യമൊക്കെ വരും കേട്ടോ. പക്ഷെ ദേഷ്യം വരാനുള്ള കാരണം എന്താണെന്നറിയാം സാറേ, എന്റെ ഈ പെണ്ണുമ്പോൾ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞിങ്ങ് വരും, അത് മേടിച്ചില്ല, ഇത് മേടിച്ചില്ല, അത് ചെയ്തില്ല. അപ്പൊ നമുക്ക് ദേഷ്യം വരില്ലേ? ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഗ്രേഡ് 2. ഗ്രേഡ് 3. ഗ്രേഡ് 3 എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് അവയർനെസ് ഉണ്ട്. അതായത് സബ് കോൺഷ്യസിൽ എനിക്കറിയാം എനിക്ക് പ്രശ്നമുണ്ട്, പക്ഷെ അത് തുറന്നു പറയാൻ പറ്റത്തില്ല. അവിടെ ആട്രിബ്യൂഷൻ എന്താണ്? നമ്മൾ ആട്രിബ്യൂട്ടിങ് തിയറി പഠിച്ചില്ലേ നമ്മൾ പേഴ്സണാലിറ്റിയിൽ? അവർ ആട്രിബ്യൂട്ട് ചെയ്യുന്നത് എക്സ്റ്റേണൽ ആട്രിബ്യൂഷനാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ബട്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുന്നത്, എനിക്ക് സ്ട്രെസ് ഉണ്ട്,
അതിലൊരു തർക്കമില്ല. സ്ട്രെസ് വന്ന് എനിക്ക് എന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ഡോക്ടർ, ഒരു ഫുൾ സ്റ്റോപ്പ്. അടുത്തത്, പക്ഷെ സ്ട്രെസ്സിന്റെ കാരണം ഇവളാണ്. സ്ട്രെസ് ഉണ്ട്, അതൊക്കെ അത് അവള് പറയുന്നത് 100% ശരിയാ ഡോക്ടറെ, പക്ഷെ അവളാണ് അതിന്റെ കാരണം. അപ്പൊ അവിടെ സ്ട്രെസ് ഉണ്ടെന്ന് ആക്സെപ്റ്റ് ചെയ്തു. ഫാക്ട് ഞാനല്ല, ഇന്റേണൽ ആട്രിബ്യൂഷൻ അല്ല, എക്സ്റ്റേണൽ. ഓക്കെ. അപ്പൊ അടുത്തത് 4 എന്താണ്? ഇന്റലക്ച്വൽ ഇൻസൈറ്റ് ആണ്. 4 ഈസ് ദ ഇന്റലക്ച്വൽ ഇൻസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് പറയുന്നത്, അവര് പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഭയങ്കര പ്രശ്നമുണ്ട് ഡോക്ടർ, ഭയങ്കര പ്രശ്നമാണ്. ഈയിടെയായിട്ട് ഞാൻ വല്ലാതെ പൊട്ടിത്തെറിക്കുന്നു, ഞാൻ അവരെ ചീത്ത പറയുന്നു, പാത്രമൊക്കെ എടുത്ത് വലിച്ചെറിയും. പക്ഷേ എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരാള് നമ്മുടെ മുന്നിൽ ഒരു സഹായാഭ്യർത്ഥന കൊണ്ട് വരുവാണെങ്കിൽ മനസ്സിലാക്കണം, അവർക്ക് ഗ്രേഡ് 4 ആണ് ഇതെന്നുള്ളത്. ഗ്രേഡ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇമോഷണൽ ഇൻസൈറ്റ് ആണ്. ഇമോഷണൽ ഇൻസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളുണ്ട്, എനിക്കറിയാം, എനിക്ക് ഏകദേശം ഒരു 50% ഞാൻ ഓക്കെ അല്ല. കണ്ട, അവിടെ പെർസെൻറ്റേജ് പറഞ്ഞു, 50% ഞാൻ ഓക്കെ അല്ല. സത്യം പറഞ്ഞാൽ എനിക്കത് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ എനിക്ക് ജോബിൽ ഒക്കെ ഭയങ്കര ഇഷ്യൂസ് വരുന്നുണ്ട്. ബോസ് എന്നെ വഴക്ക് പറഞ്ഞു. ഞാനത് പക്ഷെ കറക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഡോക്ടറെ കാണാൻ വന്നത്, അല്ലെങ്കിൽ ഈ സാറിനെ കാണാൻ വന്നത്. അതാണ് പറയുന്നത്, ട്രൂ ഇമോഷണൽ ഇൻസൈറ്റ് ആണ്. ലാസ്റ്റ് വണ്, അപ്പം നമ്മളിപ്പോ എത്ര പറഞ്ഞു? 5. 5 തന്നെയാണ്. അതെ, 5 തന്നെ ഉള്ളൂ എന്ന് തോന്നുന്നു. അതെ, 5. ഓക്കെ. അപ്പൊ ഈ ഇന്റലക്ച്വൽ ഇൻസൈറ്റ്, ഇമോഷണൽ ഇൻസൈറ്റ് നമ്മൾ ട്രീറ്റ് ചെയ്താൽ മതി. ഓക്കെ. ഇന്റലക്ച്വൽ ഇൻസൈറ്റും ഇമോഷണൽ ഇൻസൈറ്റും നമ്മുടെ കയ്യിൽ ഭദ്രമാണ്. പക്ഷെ ഗ്രേഡ് 3, ഗ്രേഡ് 2, ഗ്രേഡ് 1 നമ്മൾ വലിയ പണിയെടുക്കാതിരിക്കാൻ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് ഗ്രേഡ് 4, ഗ്രേഡ് 5 നമുക്ക് ഓക്കെയാണ്, അവർക്ക് അറിയാം. പക്ഷെ 3 മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും. അവരെ കൗൺസിൽ ചെയ്ത്, അവർ ക്യാഷ് ടീമൊക്കെ ആണെങ്കിൽ നിങ്ങൾ കൗൺസിൽ ചെയ്തോ, കാരണം ഒരു 10 സെഷനൊക്കെ വേണ്ടി വരും അത് ശരിയായിട്ട് എടുക്കാൻ. കാരണം ഇവരിങ്ങനെ ചെളി വാരെറിഞ്ഞുകൊണ്ടേയിരിക്കും, അതാണ്. അപ്പൊ നമ്മള് ഇന്റലക്ച്വലും ഇമോഷണലും നമ്മൾ ട്രീറ്റ് ചെയ്യുക. ആട്രിബ്യൂഷണൽ ആളുകളെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട. സ്ലൈറ്റ് അവയർനെസ് ആൻഡ് ഡിനയൽ ആളുകളെ നമ്മൾ നോക്കാൻ നിൽക്കണ്ട. ഗ്രേഡ് 1 നിങ്ങൾ തൊട്ടരുത്. എന്താ കംപ്ലീറ്റ് ഡിനയൽ, അവർ നിങ്ങൾ എന്ത് പറഞ്ഞു കൊടുത്തിട്ടും ഒരു കാര്യമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ വീണ്ടും ബാക്ക് ടു ദ സ്റ്റേജസ് ഓഫ് ഹിപ്നോട്ടിസം. നമ്മളവിടെ എത്തി. ഓക്കെ. ഇൻഡക്ഷൻ നമ്മൾ പറഞ്ഞു, ഐ ഫിക്സേഷൻ, പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ, ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ പറഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യുക? പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ കഴിയുമ്പോഴത്തേനും അവര് ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് പോകും. അവിടെ നമ്മൾ കൗണ്ട് ഡൗൺ മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യണം. എന്താണ് കൗണ്ട് ഡൗൺ മെത്തേഡ് എന്ന് പറയുന്നത്? അതായത് എപ്പോഴും ഹിപ്നോട്ടിസം ചെയ്യുന്ന സമയത്ത് നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് കൗണ്ട് ചെയ്യാൻ പാടുള്ളൂ. 10, 9. അതായത് അവരിങ്ങനെ കിടക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഒരു ഈസി ചെയറിൽ കിടത്തുക. എന്നിട്ട് പറയാ, ഞാൻ ജസ്റ്റ് കൗണ്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കംപ്ലീറ്റ് റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് പോകും. ഓരോ പ്രാവശ്യം ഞാൻ താഴത്തേക്ക് എണ്ണും തോറും, അല്ലെങ്കിൽ കൗണ്ട് ഡൗൺ ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ റിലാക്സേഷൻ സ്റ്റേറ്റ് കൂടിക്കൂടി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നിട്ട് പറയാ, 10 നിങ്ങൾ ഡീപ്പ് റിലാക്സ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. 9 2 ഇരട്ടി റിലാക്സ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. 7 നല്ല രീതിയിൽ നിങ്ങൾക്ക് ആ റിലാക്സേഷൻ തിരിച്ചറിയാൻ സാധിക്കുന്നു. 6 ഇപ്പോൾ നിങ്ങൾ പൂർണ്ണമായും റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് പോയിരിക്കുന്നു. ബാക്കി 5, 4, 3, 2 നിങ്ങൾ ഫില്ല് ചെയ്യുക. അതായത് ഇതിനൊരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഇല്ല. ഞാൻ വെറുതെ ഇങ്ങനെ എനിക്കിപ്പോ തോന്നിയത് ഞാൻ വിളിച്ചു പറഞ്ഞു. ഞാൻ ചിലപ്പോൾ ട്രീറ്റ്മെന്റ് സമയത്ത് മാറ്റും. അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഓരോ കൗണ്ട് ഡൗൺ ചെയ്യുന്ന സമയത്തും സെയിം ഡയലോഗുകൾ ചെയ്യരുത്, അത് റോങ് ആണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവർക്ക് ഒരു ആവർത്തന വിരസത അനുഭവപ്പെടും. അപ്പം മാറ്റി മാറ്റി പറയാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ നെക്സ്റ്റ്, വിഷ്വലൈസേഷൻ. ഇൻഡക്ഷൻ അടുത്ത സ്റ്റേജ് വിഷ്വലൈസേഷൻ. അവരെ കൊണ്ട് കുറെ കാര്യങ്ങൾ നമ്മൾ വിഷ്വലൈസ് ചെയ്യിപ്പിക്കുക. ഇപ്പോൾ നിങ്ങൾ കോഴിക്കോട് ബീച്ചിൽ നിൽക്കുകയാണ്, അതാ നിങ്ങൾക്ക് ചുറ്റും ഒരു തണുത്ത കാറ്റ് വീശുന്നുണ്ട്, നിങ്ങളുടെ ചുണ്ടുകളിൽ നനഞ്ഞ ഒരു ഉപ്പുരസം ഫീൽ ചെയ്യുന്നുണ്ട്. അത് അങ്ങ് ദൂരെ ബലൂൺ വീർപ്പിച്ചുകൊണ്ട് കുറെ അവർ നടക്കുന്നുണ്ട്. അപ്പുറത്ത് കുറെ അച്ചാറുള്ള കുറെ മാങ്ങ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നുണ്ട്, ആളുകൾ കഴിക്കുന്നുണ്ട്. അവിടെ പട്ടം പറത്തുന്നുണ്ട്. ഇപ്പൊ ഒരു ഉപ്പിന്റെ ഒരു നല്ലൊരു ഗന്ധം നിങ്ങൾക്ക്, ആ കടൽ വെള്ളത്തിന്റെ ഒരു രൂക്ഷ ഗന്ധം നിങ്ങളിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അത് അങ്ങ് ദൂരെ തിരമാലകൾ ഇങ്ങനെ മറയുന്നുണ്ട്. സൂര്യൻ ചക്രവാളത്തിലേക്ക് താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുന്നു. നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു ഒരു സൺസെറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇങ്ങനെ പല ടൈപ്പ് ഓഫ് വിഷ്വലൈസേഷൻ അവർക്ക് കൊടുക്കാം.
ഓക്കെ, അപ്പൊ ക്ലൈന്റ് എന്റേഴ്സ് എ റിലാക്സ്ഡ് ആൻഡ് ഫോക്കസ് സ്റ്റേറ്റിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ഡീപ്പനിങ് കൊടുക്കണം. എന്താണ് ഡീപ്പനിങ് എന്ന് പറയുന്നത്? ഈ ഹിപ്നോട്ടിക് ട്രാൻസ് ലൈറ്റ് ട്രാൻസിലാണ് നിൽക്കുന്നെങ്കിൽ നമുക്ക് അതിനെ ഡീപ്പർ ട്രാൻസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചെയ്യുന്ന മെത്തേഡാണ് ഡീപ്പനിങ്. അപ്പൊ ഡീപ്പനിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൗണ്ട് ഡൗൺ മെത്തേഡുകൾ ചെയ്യുക. സ്റ്റെയർ കേസ് വിഷ്വലൈസേഷൻ, അതായത് നമ്മളൊരു സ്റ്റെയർ കേസ് ഇറങ്ങുന്നതായിട്ട് ഇമാജിൻ ചെയ്യിപ്പിക്കുക. എലിവേറ്റർ ടെക്നിക്ക്, എലിവേറ്ററിൽ കയറുന്നതായിട്ട് ഇമാജിൻ ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ ഡീപ്പായിട്ടുള്ള സ്റ്റമക് ബ്രീത്ത് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ നന്നായിട്ട് ചെയ്യിപ്പിക്കുക. അപ്പൊ അവിടെ ഡീപ്പനിങ് ആവും. ഇവിടെ ഇതുകൊണ്ട് എന്താണ് ഗുണം കിട്ടുന്നത്? ഗ്രേറ്റർ റിലാക്സേഷൻ ആൻഡ് ഇൻക്രീസ്ഡ് സജസ്റ്റബിലിറ്റിയിലേക്ക് ആ ക്ലൈന്റ് പോകും. ഓക്കെ, ദെൻ ഫോർത്ത് സ്റ്റേജ് തെറാപ്യൂട്ടിക് ഫേസ്. ഇവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സജഷൻ ഫേസ് എന്ന് പറയും. ഇവിടെ നമ്മൾ ക്ലയന്റിന് ഡയറക്റ്റ് സജഷൻസ് കൊടുക്കുക, ഇൻഡയറക്റ്റ് സജഷൻസ് കൊടുക്കുക, ഗൈഡഡ് ഇമാജറി കൊടുക്കുക, ഈഗോ സ്ട്രെങ്തനിങ് കൊടുക്കുക. അങ്ങനെയുള്ള റിഗ്രഷൻ തെറാപ്പി, അതായത് എന്താ പറയാ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെയ്തിട്ടുള്ള ചൈൽഡ്ഹുഡ് ട്രോമയിലേക്ക് അവരെ കൊണ്ടുപോവുക. അവിടെ അവരെ ആ ട്രോമയിലെ അവരെ ഒന്ന് വിഷ്വലൈസ് ചെയ്യിപ്പിക്കുക. എന്നിട്ട് അവിടുന്ന് ആ ട്രോമയെ പതുക്കെ റിലീവ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യിക്കുക. വേദന ഉണ്ടാകുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ഞാനൊക്കെ ചെയ്യുന്ന മെത്തേഡ് വളരെ രസകരമാണ്. ഞാൻ ഹിപ്നോട്ടിക് സർജറി ചെയ്യാറുണ്ട്. അതായത് അത് എന്താന്ന് പറഞ്ഞാൽ ഒരു രസകരമായി ചെയ്യുന്നു, എഫക്ട് കുറെ പേർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഷെയർ ചെയ്യുന്നു. അതായത് നമ്മളിങ്ങനെ ചെറിയൊരു വേദന ഉണ്ടാക്കുന്നത് പോലെ ഒരു നമ്മുടെ നഖം വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ നാക്കുക. എന്നിട്ട് പറയാം, നിങ്ങളുടെ ബ്രെയിൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ബ്രെയിൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിനിൽ നിറയെ ഫംഗൽ പൂപ്പൽ പോലെ ഒരു യെല്ലോ കളറിൽ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്രീൻ കളറിൽ കാണുന്നുണ്ട്. അതാണ് നിങ്ങളുടെ പെയിന് പ്രധാനപ്പെട്ട കാരണം. ജസ്റ്റ് ഞാൻ ആ പെയിന് ജസ്റ്റ് ഒന്ന് എടുത്ത് ഞാൻ വൈപ്പ് ഔട്ട് ചെയ്ത് കളയാന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഇങ്ങനെ ഒന്ന് നുള്ളി എടുക്കുന്നത് പോലെ ഞാനത് എടുത്തിട്ടുണ്ട്. ഞാനത് റിമൂവ് ചെയ്യാണ്, ഞാൻ സ്വിച്ചർ ചെയ്യാണ്. ഇന്നൊരു ഒരു മണിക്കൂർ നേരത്തേക്ക് നിങ്ങൾക്ക് ചെറിയൊരു പെയിൻ ഉണ്ടാവും, പേടിക്കേണ്ട. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാനവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുറെ ഡ്രമാറ്റിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം എനിക്കറിയാം, ഞാനൊരു ഭയം ഇങ്ങനെ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. അതായത് എന്താ പറയുക, ഇതൊക്കെ ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അവര് ശരിക്കും എന്നോട് പറഞ്ഞു, ഷെറി ഇവിടെ സർജറി ചെയ്ത് കൊടുത്ത് ഭയങ്കര പെയിനാണ്. സംഭവം സർജറി ചെയ്തതിന്റെ പാടൊന്നുമില്ല, പക്ഷെ എനിക്ക് ആ സമയത്ത് ഒരു സർജിക്കൽ പെയിൻസ് തന്നെ ഫീൽ ചെയ്തിരുന്നു എന്ന് അവർ പറഞ്ഞു. അത് കഴിഞ്ഞ് എന്റെ ബ്രെയിനിൽ നിന്ന് എന്തോ ഒരു സാധനം എനിക്ക് ആവശ്യമില്ലാത്ത എടുത്ത് കളഞ്ഞ പോലെ ഫീൽ. ഞാനിപ്പോ റിലാക്സ്ഡ് ആണ്, കംപ്ലീറ്റ് റിലാക്സ്ഡ് ആണ്. ഈ ഒരു സ്റ്റേജിലേക്ക് നമുക്ക് അവരെ കൊണ്ടെത്തിക്കാൻ പറ്റുന്നുണ്ട്. സോ അതൊക്കെ നമുക്ക് എവിടെ കൊടുക്കാം? ഈ ഒരു ഫേസിൽ കൊടുക്കാം. ഫോബിയാസ് റിമൂവ് ചെയ്യാം, ആങ്സൈറ്റി റിഡക്ഷൻസ് കൊടുക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ എന്തൊക്കെ കൊടുക്കാം? തെറാപ്യൂട്ടിക് സജഷൻ ഫേസിൽ കോൺഫിഡൻസ് എൻഹാൻസ് ചെയ്യുക, ആങ്സൈറ്റി റിഡക്ഷൻ, ഹാബിറ്റ്സ് ഓഫ് കൺട്രോൾസ്, പെയിൻ മാനേജ്മെന്റ്, ഇമോഷണൽ ഹീലിംഗ്സ് എല്ലാം. ഈ ഇമോഷണൽ ഹീലിംഗ്സ് ആണ് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ വിറ്റ് പൈസയാക്കുന്നത്. നിങ്ങൾ അവരെ ഇങ്ങനെ തലോടി നിങ്ങൾ എത്ര ഹാപ്പി ആയിട്ടുള്ള ഒരു ലേഡിയാണ്. ഈ ദുഃഖങ്ങൾ മാത്രമാണോ നിങ്ങൾക്ക് എത്ര ഹാപ്പിനെസ് ആയിട്ടുള്ള സ്റ്റേറ്റുകളുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ അത് തിരിച്ചറിയുന്നില്ല? ആ സ്റ്റേറ്റിലേക്ക് നിങ്ങൾ വരൂ. ദുഃഖമാകുന്ന ഒരു ഘടകം നിങ്ങളെ ലൈഫിനെ സ്വാധീനിക്കുന്ന പോലുമില്ല. ഈ ചെറിയൊരു കാരണം കൊണ്ടാണോ നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ സ്നേഹിക്കുന്ന എത്രയോ പേരുണ്ട്, നിങ്ങൾ അവരെ തിരിച്ചറിയുന്നില്ലല്ലോ. ഇനി മുതൽ അങ്ങനെ കുറെ ഹീലിംഗ് ആയിട്ടുള്ള കുറെ സാധനങ്ങൾ നമുക്കിവിടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതൊക്കെ നല്ല രീതിയിൽ സ്കോപ്പ് ഉള്ള ഒരു മേഖലകളാണ്. അത് നല്ല രീതിയിൽ യൂസ് ചെയ്യുക എന്നുള്ളത്. ഫിഫ്ത്ത് സ്റ്റേജ് പോസ്റ്റ് ഹിപ്നോട്ടിക് സജഷൻസ്. അതായത് ഹിപ്നോട്ടിക് സജഷൻസ് കൊടുക്കുക. നിങ്ങൾ ഇനി കണ്ണു തുറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുവരെയുള്ള നിങ്ങളുടെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും നിങ്ങൾ അലട്ടുന്നതൊക്കെ നിങ്ങൾ ഒഴിവാകുന്നു. നിങ്ങൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളായി കണ്ണു തുറന്ന് പുറത്തോട്ട് വരുന്നു. നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള പെയിൻ എല്ലാം നിങ്ങളെ വിട്ടുപോയിരിക്കുന്നു. പ്രകൃതിയിൽ നിന്നും എന്താ പറയാ, യൂണിവേഴ്സിൽ നിന്നുള്ള ഒരു എനർജി നിങ്ങളെ സ്പർശിച്ചിരിക്കുന്നു. നിങ്ങളുടെ ശരീരത്തെ അതൊരു ബാറ്ററി ചാർജ് ചെയ്യുന്ന പോലെ ഫുള്ളി ചാർജ് ചെയ്തിരിക്കുന്നു. സ്റ്റൈലൊക്കെ അങ്ങനെയൊക്കെ പറയുക, എന്നാൽ അവർക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാനിപ്പോ അങ്ങനെയായി പറഞ്ഞു അങ്ങനെയായി. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കുറച്ച് സജഷൻസ് ഒക്കെ. യു വിൽ ഫീൽ കാം ആൻഡ് കോൺഫിഡൻസ് ഇൻ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ്. ഇംഗ്ലീഷ് വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞു. ആൻഡ് ഈച്ച് ഡേ യുവർ കോൺഫിഡൻസ് ഗ്രോസ് സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ എന്നൊക്കെ പറയുക. ഇതൊക്കെ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ഇങ്ങനെ കാര്യങ്ങളും പറയുന്നത്? അല്ലെ? ഓക്കെ, ഇനി അടുത്തതാണ് അവേക്കനിങ് ഓർ റീഓറിയന്റേഷൻ സ്റ്റേജ്. ലാസ്റ്റ് സ്റ്റേജസ് ഓഫ് ഹിപ്നോതെറാപ്പി ഈസ് ദി അവേക്കനിങ് സ്റ്റേറ്റ്. അവേക്കനിങ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ രോഗിയെ ഉറക്കത്തിലേക്ക് കൊണ്ടുപോയത് അതിന്റെ ഓപ്പോസിറ്റ്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൗണ്ടിങ് മെത്തേഡാണ് കൊടുക്കുന്നത്. 10 തൊട്ട് താഴെയാണ് നമ്മൾ അവരെ ഇൻഡക്ഷനിൽ കൊടുത്തതെങ്കിൽ ഇവിടെ നമ്മൾ ഓപ്പോസിറ്റ്. ഞാൻ 1 മുതൽ 5 വരെ എണ്ണുന്ന സമയത്ത് നിങ്ങളെ ഉറക്കം നിങ്ങളിൽ നിന്ന് വിട്ട് നിങ്ങൾ ഒരു പുതിയ വ്യക്തിയായി പുറത്തേക്ക് വരും. 1, നിങ്ങൾ പയ്യെ കണ്ണുകൾ തുറക്കാൻ ശ്രമിക്കുന്നു. 2, നിങ്ങൾ പുറം ലോകവുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. 3, നിങ്ങൾക്കിപ്പോൾ പുറമേയുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. 4, നിങ്ങൾക്ക് എല്ലാം സ്മെല് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 5, നിങ്ങൾ ഇനി കണ്ണു തുറക്കാൻ പോവാണ്, വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ കണ്ണു തുറക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു
സജഷൻ കൊടുക്കുക. ഇങ്ങനെയാണ് മണിച്ചിത്രത്താഴില് സണ്ണി എന്ന് പറയുന്ന സൈക്കാട്രിസ്റ്റ് നാഗവള്ളിയിൽ നിന്നും ഗംഗയെ ഡിസോസിയേറ്റീവ് ഡിസോർഡറിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നതാണ് ഇപ്പൊ ഞാനിവിടെ പറഞ്ഞത്. ആ സ്റ്റേജിനെ പറയുന്ന പേരാണ് റീഓറിയന്റേഷൻ ഓർ awakening state എന്ന് പറയുന്നത്. സോ debriefing is the another stage. Discuss the experience and review the insight and changes, plan future sessions. അതാണ് debriefing എന്ന് പറയുന്നത്. ക്ലയൻസിന്റെ ഫീഡ്ബാക്ക് എഴുതി വാങ്ങുക, ഹോംവർക്ക് അസൈൻമെന്റ്സുകൾ കൊടുക്കുക, സെൽഫ് ഹിപ്നോസിസ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. കൃത്യം 9:30 നമ്മുടെ ക്ലാസ് അവസാനിപ്പിച്ചിട്ടുണ്ട്. സേഫ് ലാൻഡിങ് ആയിരുന്നു. പക്ഷെ ഞാൻ കുറച്ച് ഓടി, എനിക്ക് അതിന് നല്ല സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു 1 hour ക്ലാസ്സിൽ ഇതിൽ കൂടുതലൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇതെന്റെ മാക്സിമം ആണ്. ഈ ഒരു 1 hour ക്ലാസ്സിൽ ഒരു 7 days സബ്ജക്റ്റിനെ കംപ്രസ് ചെയ്തിട്ട് പറയാന്ന് പറയുന്നത് ഒരു മല പൊക്കി കൊണ്ടുപോകുന്നതിന്റെ എഫേർട്ടാണ്. സോ അത് ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ്, ക്ലിയറൻസ്, സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. അത് കഴിഞ്ഞ് നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. പ്രശാന്തേ, അത് ഞാൻ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ക്ലാസ്. പിന്നെന്നാന്ന് വെച്ചാല് ഈ പറയുന്നത് പോലെ ഈ പിന്നെ ഇതിലേക്ക് ഹിപ്നോതെറപ്പിയിലേക്കോ അല്ലെങ്കിൽ തെറപ്പിയിലേക്കോ ഒന്ന് പിച്ച വെച്ചിട്ടില്ലാത്ത ആൾക്കാർക്ക് മേ ബി അത് കുറച്ച് ഇത്ര പെട്ടെന്ന് അതിനെ കുറിച്ച് ഒരു ഇൻസൈറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നുവെച്ചാൽ ക്ലാസ് വാസ് ഷോർട്ട്, പക്ഷേ ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. ടീച്ചറെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഐഷ ടീച്ചർ സൈക്കോളജിസ്റ്റ് ആണ്. പിന്നെ ടീച്ചർ സോറി നമ്മുടെ +2 അധ്യാപികയാണ്. ടീച്ചറും ഹിപ്നോതെറാപ്പിയുടെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. എന്റെ കൂടെ അല്ല, പക്ഷെ വേറെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ടീച്ചറിൽ ഉണ്ടായിരുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ശ്രദ്ധിച്ചില്ല ടീച്ചർ ജോയിൻ ചെയ്ത കാര്യം. ഓക്കെ, പറഞ്ഞോളൂ ടീച്ചർ, പറഞ്ഞോളൂ. ഓക്കെ, അത് ക്ലാസ് ഭയങ്കര നല്ലതായിരുന്നു. അപ്പൊ അത് ഭയങ്കര ഷോർട്ടാക്കി പറയുന്നതിന്റെ അതിന്റെ ഒരു പരിമിതി ഉണ്ട്. അതിപ്പം എന്ന് വെച്ചാൽ നമുക്ക് 1 മണിക്കൂറിനുള്ളിൽ പറയാൻ പറ്റുന്ന ഒരു സാധനമല്ല, അല്ലെങ്കിൽ ഒരു ഓഫ്ലൈൻ എടുക്കേണ്ട ഒരു സാധനമാണ് ഹിപ്നോതെറാപ്പി എന്ന് പറയുന്നത്. പക്ഷെ ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നിക്കായിട്ട് വരുന്നത് ഞാൻ നേരത്തെ പ്രശാന്തിനോട് സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ടീച്ചിങ്ങിൽ ഇപ്പൊ ഇതിനകത്ത് ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ടീച്ചിങ്ങിൽ ഇത് ഭയങ്കരമായിട്ട് ഉപകാരപ്രദമാകും. പിന്നെ വളരെ എഫക്റ്റീവ്ലി ഹിപ്നോതെറാപ്പിയുടെ കുറച്ച് തിയറീസ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് പാരന്റിങ്ങിലാണ്. പാരന്റിങ്ങിൽ അതായത് നമ്മൾ സജഷൻസ് കൊടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നെഗറ്റീവ് സജഷൻസ് കൊടുക്കരുത് എന്ന് പറയും. നെഗറ്റീവ് സജഷൻസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ദുഃഖം മാറും എന്ന് പറയുന്നതിന് വരെ നിങ്ങൾ പൂർവാധികം സന്തോഷത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് ആ സജഷൻ കൊടുക്കേണ്ടത്. അപ്പൊ ഇതേ ഒരു ടെക്നിക്ക് കുട്ടികൾക്ക് കുട്ടികളെ വളർത്തുമ്പോൾ ഇതേ ഒരു ടെക്നിക്ക് അതും പറയണമെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു 2-3 ദിവസത്തെ ക്ലാസ് തന്നെ വേണ്ടി വരും. എങ്ങനെയാണ് കുട്ടികളെ പാരന്റിങ്ങിൽ കുട്ടികളെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ ഇത് അങ്ങനെയുള്ള ഫീൽഡിലൊക്കെ നല്ലവണ്ണം യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ക്ലയന്റ് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് പ്രശാന്ത് ചോദിച്ചായിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം ആകസ്മികമായിട്ട് ഒരു കുട്ടി UAE-ന്ന് ഓൺലൈൻ കൗൺസിലിംഗ് എടുത്താണ്. ഞാൻ വിചാരിച്ചു അതൊരു വളരെ എന്താ പറയുന്ന കുറച്ചുകൂടെ ആലോചിച്ച് പിടിച്ച് പിന്നെ കൗൺസിലിംഗ് എടുക്കണം എന്ന് പല പ്രാവശ്യം ആലോചിച്ച് അങ്ങനെ കൗൺസിലിംഗ് എടുത്തൊരു കുട്ടിയാണെന്ന് വിചാരിച്ചത്. പക്ഷെ അത് അങ്ങനെ അല്ലായിരുന്നു. ലൈക്ക് ഇംപ്രോംപ്റ്റു ആ കുട്ടി സഡൻലി ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് കണ്ടിട്ട് പിന്നെ വിളിച്ചതാണ്. അപ്പോൾ നമ്പർ കണ്ടിട്ട് വിളിച്ചതാണ്. അപ്പൊ ഈ വിളിച്ച് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഈ പറയുന്നത് പോലെ MSCയുടെ ഒരു ഇതിലേക്ക് പോയി ആ കുട്ടിയുടെ ഇനീഷ്യൽ വിവരങ്ങളൊക്കെ ശേഖരിച്ചു, എല്ലാം ചെയ്തു. പക്ഷേ എനിക്ക് ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ എന്ന് പറഞ്ഞാൽ കുട്ടി ഭയങ്കരമായിട്ടിരുന്ന് കരയാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുട്ടി ഭയങ്കരമായിട്ട് ട്രോമ ലേഡൻ ആയിരുന്നു. അതിന്റെ പ്രശ്നം ഇപ്പൊ നമ്മൾ കാഷ്വൽ ആയിട്ട് ചിലപ്പോൾ ലിസൺ ചെയ്ത് പോയ ഒരു കാര്യം വളരെ സീരിയസ് ആയിട്ട് ആ കുട്ടിയെ ബാധിച്ചിരുന്നു. അപ്പൊ ഞാനും അത് വളരെ കാഷ്വൽ ആയിട്ട് കുട്ടി പറഞ്ഞു പോയി. അപ്പൊ തന്നെ അതുകൊണ്ട് തന്നെ ഞാനും അത് കാഷ്വൽ ആയിട്ട് എടുത്തു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ആ കാഷ്വൽ ആയിട്ട് സൂചിപ്പിച്ച ആ കാര്യമാണ് ആ കുട്ടിയെ ഭയങ്കര അധികം ട്രോമയിലേക്ക് തള്ളി നീക്കിയത് എന്നുള്ളത്. പക്ഷെ ആ കുട്ടിക്ക് ശരിക്കും ആ സമയത്ത് റിലാക്സേഷൻ ടെക്നിക്സ് ഞാൻ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. കുട്ടി കുറച്ച് ഓക്കെ ആയി. പക്ഷെ എനിക്ക് തോന്നി ആ ഒരു സമയത്താണ് തോന്നിയത് ഇംപ്രോംപ്റ്റു തോന്നിയത് ഈ കുട്ടിക്ക് ഹിപ്നോതെറാപ്പി തന്നെ വേണം എന്നുള്ളത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഓൺലൈനിൽ പരിമിതികളുണ്ട്, എന്നാൽ പോലും വളരെ സിമ്പിൾ ആയിട്ട് ഹിപ്നോതെറാപ്പി ഒന്ന് കൊടുക്കുകയും കുട്ടിയുടെ ഒരു ഭയങ്കരമായ ഒരു റിലാക്സേഷനിലേക്ക് അത് വന്നത് വെച്ചാൽ ഭയങ്കര ബ്രോക്കൺ ആയിട്ട് ഒരു നെർവസ് ബ്രേക്ക് ഡൗണിന്റെ ഇതിലാണ് ആ കുട്ടി വിളിച്ചതെങ്കിലും ആ സെഷൻ ഒരു മണിക്കൂറത്തെ
എന്നാൽ പോലും ഹിപ്നോതെറാപ്പി വളരെ എഫക്റ്റീവ് ആയിട്ട് ആ കുട്ടിക്ക് അപ്പൊ തന്നെ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പൊ ഈ ഹിപ്നോതെറാപ്പിയുടെ ഒരു എന്താ പറയുക, ഒരു ഫണ്ടമെന്റൽ ഐഡിയ തന്നെ ലൈക്ക് വെൻ ഇറ്റ് ടേക്സ് 90 ടൈംസ് ടു മേക്ക് സം വൺ അണ്ടർസ്റ്റാൻഡ്. ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ ഏകദേശം ഒരു 90 ടൈംസ് പറഞ്ഞാലാണ് ഒരു കാര്യം മനസ്സിലാവുന്നതെന്നിരിക്കും. പക്ഷെ ഇത് ഇൻസ്റ്റന്റേനിയസ്ലി നമ്മൾ ആ സബ് കോൺഷ്യസിലേക്ക് കടത്തി വിടുകയാണ്. ആൻഡ് ദാറ്റ് ഇസ് വെരി ഇഫക്റ്റീവ്. പണ്ട് എനിക്ക് ഈ പറയുന്ന ഈ സാധനത്തിൽ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടും പഠിച്ചു കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് ഈ സംഭവം ഭയങ്കര എഫക്റ്റീവ് ആണെന്നുള്ളത് മനസ്സിലാക്കിയത്. ഓക്കെ, അതായിരുന്നു എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഇറ്റ് വാസ് എ നൈസ് ക്ലാസ്. ഓക്കെ താങ്ക് യു ടീച്ചർ, താങ്ക് യു. അപ്പൊ ടീച്ചർ ഇവിടെ ടീച്ചറിന്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ ഹിപ്നോതെറാപ്പി ചെയ്തിട്ട് ടീച്ചറിന്റെ സ്കൂളിൽ ഇത് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് ഞങ്ങൾക്ക് ഒരുപാട് കഥകൾ പറയാണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലൊന്നും അത് പറഞ്ഞാൽ തീരില്ല. നമുക്ക് കേസ് ഡിസ്കഷന് വേണ്ടി നമുക്ക് വേറൊരു ദിവസം വയ്ക്കാം. എല്ലാവരും ഇതിനകത്ത് പങ്കെടുത്തിട്ടുള്ള 21 പേരും നെക്സ്റ്റ് ഒരു ക്ലാസ് വരുന്ന സമയത്ത് പങ്കെടുക്കാം. നമുക്ക് ഇതുപോലെ ഫ്രീ വെബിനാറിന്റെ ഡീറ്റെയിൽസ് ഏത് ഗ്രൂപ്പിൽ നിന്നാണോ കിട്ടിയിട്ടുള്ളത്, നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ ഇല്ലെങ്കിൽ എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി. ആ മെസ്സേജ് അയച്ച് ഞാൻ നിങ്ങളെ സാറിനോട് പറഞ്ഞിട്ട് ഈ ഫ്രീ വെബിനാറിന്റെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. ഇതിൽ എല്ലാ ദിവസവും ക്ലാസ് നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും കിട്ടുന്ന ഇൻഫർമേഷൻസ് മാക്സിമം കളക്ട് ചെയ്യുക. മറ്റൊരു കാര്യം, നമ്മളെ താനൂര് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ഓഫ്ലൈൻ സെഷൻസ് ഉണ്ട്. ഒരു നിർബന്ധവുമില്ല നിങ്ങൾ പങ്കെടുക്കണമെന്ന്. പക്ഷെ ഞാൻ പറയുന്നു, ഇതൊരു പരസ്യമല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഓഫ്ലൈൻ പരസ്പരം ഇത് ചെയ്ത് പഠിക്കണമെങ്കിൽ, അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് പഠിച്ചിട്ട് ഇത് തറവാക്കണം എന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ സൂപ്പർവിഷനിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താനൂര് വരാം. അപ്പൊ അവിടെ ആ ക്ലാസ്സിനെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ വിൻബിൽ അക്കാഡമി ആയിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇതിന്റെ കൗൺസിലറായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നേരിട്ട് അവിടേക്ക് വെൽക്കം. അതല്ലെങ്കിൽ ഓഫ്ലൈൻ സെഷൻ ഇല്ലെങ്കിൽ ഓൺലൈൻ സെഷൻസ് ഉണ്ടാവും ഭാവിയിൽ, അതിൽ നിങ്ങൾ പങ്കെടുക്കാം. ഇനി എന്തെങ്കിലും ഒരു സംശയം ഇതിൽ ക്ലാസ്സിൽ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ, ഓഫ്ലൈൻ സെഷനിൽ നിങ്ങൾ വന്നില്ലെങ്കിൽ എനിക്ക് ഡയറക്റ്റ് നിങ്ങൾ മെസ്സേജ് ചെയ്തോളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരാൻ നമ്മൾ തയ്യാറാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ക്ലാസ്സിൽ മേ ബി ചിലപ്പോൾ ടീച്ചർ ഉണ്ടാകാം. അപ്പൊ വരുന്നവർക്ക് സ്വാഗതം. നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാം. അല്ല, നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്നോട് ചോദിക്കാവുന്നതാണ്. വാട്സപ്പിൽ നമ്മൾ റിപ്ലൈ ചെയ്യും കേട്ടോ. അപ്പൊ എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്റെ നമ്പർ പറയാം, 9061 ചാറ്റ് ബോക്സിൽ ഇടാൻ പറ്റുന്നില്ല, എന്താണെന്നറിയില്ല. 9061251107. ഓക്കെ, ഇതാണ് നമ്പർ. അപ്പൊ നമുക്ക് തീർച്ചയായും 9061251107. അവിടെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് തരുന്നുണ്ട്. അതായത് ഹിപ്നോതെറാപ്പിയുടെ സ്ക്രിപ്റ്റ്. അത് ഞാൻ പറഞ്ഞു, ഇതിന്റെ ഒരു 10 ടൈംസ് ആണ് നമുക്ക് ഓഫ്ലൈനിൽ പഠിക്കാനുള്ളത്. ഇതൊന്നും അല്ല, ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രം. അപ്പൊ അതിനകത്ത് ആ ടെക്സ്റ്റ് ബുക്ക് കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് അതിനകത്ത് വായിച്ചു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിങ്ങൾ എന്ത് തെറാപ്പി സെഷൻസ് കൊടുക്കുന്ന സമയത്തും ആ സ്ക്രിപ്റ്റ് അതുപോലെ ഫോളോ ചെയ്യണം. സ്ക്രിപ്റ്റിലാണ് കാര്യം കിടക്കുന്നത്. ഇപ്പൊ നേരത്തെ ടീച്ചർ പറഞ്ഞൊരു പോയിന്റ് ശ്രദ്ധിച്ചോ, നിങ്ങളുടെ ദുഃഖം ഇല്ലാതെ ആകും എന്ന് പറയാൻ പാടില്ല. നിങ്ങൾ പൂർവാധികം സുഖത്തെ പ്രാപിക്കും. അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സ്ക്രിപ്റ്റ്സ് ഉണ്ട്. അത് ആ ബുക്കിൽ ഞാനും ഐഷ ടീച്ചറാണ് അത് എഴുതിയിട്ടുള്ളത്. മാക്സിമം നിങ്ങളിലേക്ക് അത് ലഭ്യമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് വായിച്ചാൽ നിങ്ങൾക്കൊരു ഐഡിയ കൂടുതലായിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് മീറ്റ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണാം. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെയുള്ള ഫുൾ ഡേ സെഷനാണ്. അതില് പ്രാക്ടിക്കല്, തിയറി എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. സർട്ടിഫിക്കറ്റ്സും ഉണ്ട്. അന്നത്തെ ദിവസത്തെ ഫുഡ് ഉണ്ട്. ഇതുപോലെയുള്ള സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് അന്ന് അവൈലബിൾ ആണ്. അത് വിംബിളായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താനൂര് വെച്ചിട്ടാണ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയായിരുന്നു. കാരണം ഒരു 1 അവറിന്റെ ഉള്ളിൽ ഇത്രയും ഒരുപാട് കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാൻ പറ്റി എന്നുള്ളത് നല്ല ഒഴുക്കുള്ള ചില കുറച്ച് കാര്യങ്ങൾ അതിനെ കുറിച്ച് അറിയുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയായിരുന്നു സാറിന്റെ ക്ലാസ്. താങ്ക് യു സോ മച്ച്. മറ്റാർക്കെങ്കിലും നാളെ തന്നെ ഹിപ്നോതെറാപ്പി തുടങ്ങണമെന്ന് തോന്നുന്നുണ്ട്. കാരണം 1 മണിക്കൂർ കൊണ്ട് ഇൻസ്റ്റന്റ് ആയിട്ട് ഹിപ്നോതെറാപ്പി പഠിച്ചതുപോലെ തോന്നുന്നു. അതെ തീർച്ചയായിട്ടും. അത് കേൾക്കുമ്പോ വളരെ ഈസിയാണ്, പക്ഷെ ചെയ്യുമ്പോ ഇത്ര ഈസി ആകൂല. അത് നിങ്ങൾ എപ്പോഴും ഇത് ചെയ്യുന്ന സമയത്ത് ഒരു ഗുരുമുഖത്ത് നിന്ന് പഠിക്കുക. അതായത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ അത് ഫോളോ ചെയ്യണം. അതിപ്പോ നിങ്ങളിപ്പോ ഒരു ക്ലാസ് കഴിഞ്ഞു പോയി, ഒരു ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും, ആ പഠിപ്പിക്കുന്ന ആളെ നമ്പർ വാങ്ങിച്ചു വെക്കുക. എന്നിട്ട് എന്തെങ്കിലും ഒരു സംശയം വരുന്ന സമയത്ത് സാറേ ഇത് ചെയ്തത് കറക്റ്റ് ആണോ,
അല്ല, വലിയ വലിയ സെഷൻസിലേക്ക് നിങ്ങൾ ആദ്യം പോകാൻ പാടില്ല. അതായത് നമ്മൾ വലിയ രോഗങ്ങൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് പഠിച്ചിട്ട് നമ്മൾ കുറച്ചും കൂടെ ഒരു അഡ്വാൻസ് ലെവലൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ മറ്റു രോഗങ്ങൾക്ക് പോയാൽ മതി. ഇപ്പൊ തൽക്കാലം ഇങ്ങനെ പോയി നമ്മൾ പഠിക്കുക. പിന്നെ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ, പച്ചവെള്ളം ജ്യൂസ് ആക്കുക, കുട്ടികള് ചോറുണ്ടില്ലെങ്കിൽ ആ ചോറിന് ബിരിയാണി ആക്കി കൊടുക്കുക, അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ചോറ് കഴിച്ചില്ലെങ്കിൽ ആ ചോറിനെ നമുക്ക് സജഷൻസ് ഒക്കെ കൊടുത്ത് അതിനൊരു ബിരിയാണി ആക്കി മാറ്റി കുട്ടികൾ അത് വയറ് നിറച്ച് കഴിക്കുന്ന ചരിത്രമൊക്കെ ഉണ്ട്. ഒക്കെ അതൊരു ഫണ്ണിയസ് ഒരു ലെവലിൽ മാത്രം അതിനെ കണ്ടാൽ മതി. ഇറ്റ്സ് നോട്ട് എ പാർട്ട് ഓഫ് ട്രീറ്റ്മെന്റ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു സർ. ഓക്കെ ബിജു സാർ, താങ്ക് യു സോ മച്ച്. എല്ലാവരും മുമ്പൊരിക്കലും ഞാൻ സാറിന്റെ ചന്ദ്രാപിന്നി വെച്ചിട്ടുള്ള സാറിന്റെ ക്ലാസ്സിന് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പൊരിക്കൽ. ഫസ്റ്റ് സെഷൻ പങ്കെടുക്കാൻ പറ്റിയില്ല. പങ്കെടുക്കാൻ പറ്റിയില്ല. സാർ താനൂർക്ക് വരും, നമുക്ക് അവിടെ കാണാം. സാർ താനൂർക്ക് വരും, നമുക്ക് അവിടെ കാണാം. സാർ ഇത്രയും എന്തൂസിയാസ്റ്റിക് ആയിട്ട് നിൽക്കുന്ന സ്ഥിതിക്ക് ആ ഒരു ലൈവ് സെഷൻ കിട്ടണം. ലൈവ് സെഷനിലൂടെ എന്നിട്ട് പിന്നെ ചെറിയ ഇപ്പൊ കുട്ടികൾക്ക് ഹോപ്പ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് ലക്ഷ്യം ഉണ്ടാക്കി കൊടുക്കുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾക്ക് പാഠങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കി കൊടുക്കുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലേക്ക് ആദ്യം നോക്കിയിട്ട് പിന്നെ മറ്റേ ഒരു ട്രീറ്റ്മെന്റ് തെറപ്യൂട്ടിക് ആയിട്ട് നമ്മൾ ചെയ്താൽ അതായിരിക്കും കുറച്ചും കൂടി നമുക്കും കോൺഫിഡൻസ് കിട്ടും, പ്രാക്ടീസും കിട്ടും. താങ്ക് യു ഓൾ. എല്ലാവരും അവസാന നിമിഷം വരെ പിടിച്ചിരുന്നതിന് ഒരുപാട് നന്ദി. കാരണം ഇടയ്ക്ക് വെച്ച് പോകുന്ന നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സാറിന്റെ ആ ഒരു ഇത് കിട്ടാതെ വിട്ടു പോകാൻ പറ്റാണ്ടായി പോയിരുന്നു. കോംപ്ലിമെന്റ്സിന് നന്ദി. താങ്ക് യു സാർ, നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു ഓൾ. എന്തോ ജയശ്രീ മാം എന്തോ പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് കേൾക്കുന്നില്ല കേട്ടോ ജയശ്രീ. നാളെ ഇന്ന് തുടങ്ങാനിരുന്ന ക്ലാസ്സിൽ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മാറ്റി വെച്ചു. ബ്രേക്കപ്പ് അപ്പോഴാണ് നമുക്ക് നാളെ കാണാം. നാളെ നമുക്ക് ഓൺലൈൻ കാണാം. ബ്രേക്കപ്പ് ആൻഡ് ഹീലിംഗ് സെഷനിൽ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ, ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നാളെ 8:30 ക്ലാസ്. ഇന്ന് തുടങ്ങുന്നായിരുന്നു പറഞ്ഞിരുന്നേ. അത് ഈ ഒരു സെഷൻ ഉള്ളതുകൊണ്ട് അത് നാളത്തേക്ക് മാറ്റി വെച്ചു. നാളെ മറ്റന്നാൾ അതിന്റെ കിട്ടുന്നു. കണ്ടത് ഇന്ന് ഇതുണ്ട്, ഫ്രീ വെബിനാർ ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ കണ്ടു. മറ്റാർക്കും താങ്ക് യു ജയശ്രീ മാം. മറ്റാർക്കും സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. നമ്പർ ഉണ്ടല്ലോ, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു ഓൾ. ടാറ്റാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. താങ്ക് യു സർ. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു.